ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ ഒരു ടോപ്പിക്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യരുടെ വ്യക്തിത്വത്തെ 9 തരമായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മളിൽ ഓരോരുത്തരും. പക്ഷെ ആർക്ക് ഏത് സ്വഭാവമാണെന്ന്, അല്ലെങ്കിൽ ഈ വ്യക്തിത്വത്തിന്റെ രീതികൾ ഓരോരുത്തർക്ക് എത്രമാത്രം ഉണ്ടെന്നും നമ്മളുടെ തനതായ വ്യക്തിത്വം ഏതാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പെരുമാറുക അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ള വളരെ രസകരമായ ഒരു ദൗത്യമാണ്. അപ്പൊ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ആ ടോപ്പിക്കിന് നമ്മൾ പറയുന്നത് ഇനിയാഗ്രാം എന്നാണ്. നമ്മുടെ പേഴ്സണാലിറ്റി കൃത്യതയോടെ മനസ്സിലാക്കാനും ആ പേഴ്സണാലിറ്റിക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും, ഒരുപക്ഷെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. തന്നെയുമല്ല, ഒരു ബിസിനസ് സംരംഭത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന നിലയിലോ, അല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്ന നിലയിലൊക്കെ ക്ലയന്റിനെ, കസ്റ്റമേഴ്സിനെ ഒക്കെ തിരിച്ചറിയാനൊക്കെ ഈ ഒരു രീതി വളരെ ഫലപ്രദമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇനിയാഗ്രാം, എങ്ങനെയാണ് ഇനിയാഗ്രാമിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റിനെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നെല്ലാം നമ്മളൊന്ന് സംസാരിക്കുന്നത് അനീഷ് കെ മാണി എന്ന ട്രെയിനറാണ്. അദ്ദേഹത്തിൻ്റെ അവർ ഗുരു എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് സ്ഥാപനമുണ്ട്. അതിലൂടെ അനേകർക്ക് പലതരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഒരു ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. കൊല്ലത്താണ് സ്വദേശം. സോ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം അനീഷ് കെ മാണിയെയും. അനീഷ് സാർ, യു ആർ വെൽക്കം. യെസ്, താങ്ക് യു സാബു സാർ. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, എൻ്റെ വീഡിയോ ഓഡിയോ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. ഞാൻ ഇതിൻ്റെ വ്യൂ ഒന്ന് എനിക്ക് എല്ലാവരും ഒന്ന് കാണണം. എല്ലാവരും ഒന്ന് അവരുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടാൽ ഒന്ന് നമുക്ക് മുഖം ഒന്ന് കാണാതിരിക്കാം. അതിനുശേഷം നിങ്ങൾ മാറ്റിക്കോളൂ. വ്യക്തിത്വം മുഖത്ത് നോക്കി അറിയാമെന്നാ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കുറച്ചൊക്കെ പറയാൻ പറ്റും. തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് പറ്റുന്നവരൊക്കെ, ചിലര് യാത്രയിലൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഓപ്പൺ ആക്കാത്തത്. പറ്റുന്നവരൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇടുക. നമുക്ക് അവരുടെ ഒന്ന് മുഖം കാണാൻ കഴിയും. കേട്ടുകൊണ്ട് ഓരോ പണിക്കാ സാറേ, അതുകൊണ്ടാ. ഓക്കെ, സാറേ മുഖം നോക്കിയാ പറയണമെന്ന്. സാറേ, സ്ക്രീൻ കാണാൻ പറ്റുമല്ലോ? യെസ് യെസ് യെസ്, ഓക്കെ. ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എനിയാഗ്രാം. എനിയാഗ്രാമിനെ പറ്റി നിങ്ങൾ ഇതിനകത്ത് ഉള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. കാരണം ഇതൊരു ക്ലാസ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഇന്ററാക്ഷൻ മോഡിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ വലിയ ഉപകാരമായി. അപ്പൊ എത്ര പേർക്ക് ഇതറിയാം എന്നറിഞ്ഞുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയും? ചാറ്റ് ബോക്സിൽ ഒന്ന് റൈസ് ചെയ്യാൻ പറ്റുമോ? കാരണം വീഡിയോ ഇല്ലാതെ ഹാൻഡ് റൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, റോയ് സാറ് ഹാൻഡ് റൈസ് ചെയ്തു. ജോർജ് അച്ഛൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിയാഗ്രാം മനസ്സിലാക്കിയിട്ടുള്ളവര് വളരെ കുറച്ചു പേരാണ്. ഓക്കെ, ഞാനും എനിയാഗ്രാം മനസ്സിലാക്കിയത് ഒരു 6 വർഷങ്ങൾക്ക് മുൻപാണ്. ഇത് മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും ഞാൻ അന്ന് പഠിച്ച ഏകദേശം 20ഓളം ടോപ്പിക്കുകളിൽ ഏറ്റവും ആദ്യം പഠിച്ചതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എനിയാഗ്രാം. ഇത് ശരിക്കും പറഞ്ഞാല് പറയപ്പെടുന്നത് 5000ഓളം വർഷങ്ങളുടെ പഴക്കമാണ്. എവിടെയും ലിഖിതമായിട്ട് ഇത് നമുക്ക് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ
എൻ്റെ ഗുരുവും ഞാൻ അതിനുശേഷം പല ക്ലാസ്സുകൾ വീഡിയോ ആയിട്ട് കണ്ടിട്ടുള്ളതും അവരൊക്കെ പറഞ്ഞ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാനും സംസാരിക്കുന്നത്. അതിന് കൃത്യമായ ആധികാരികത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. എന്തായാലും 5000 വർഷത്തോളം പഴക്കം അവകാശപ്പെടുന്നുണ്ട്. സൂഫി സന്യാസിമാരാണ് ഇത് അവർക്ക് പകർന്ന് കിട്ടിയിട്ട് അവര് ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ടാണ് സമൂഹത്തിന് ഇത് സമൂഹത്തിന്റെ മുന്നിൽ കൂടുതൽ മേന്മയോടെ ആധികാരികതയോടെയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. 5000 വർഷത്തിന്റെ പഴക്കമാണ്. മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കൊരു ഓരോ ജീവികളെയും കൃത്യമായി നമുക്ക് അതിന്റെ പൊതുവായ സ്വഭാവം നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇടപഴകാൻ കഴിയും. മനുഷ്യനെ ഒഴികെ നമുക്ക് പട്ടി നമുക്ക് ഏറ്റവും അടുത്ത് മനുഷ്യനോട് ഇടപഴകി ജീവിക്കുന്നത്. പക്ഷെ പട്ടിയുടെ സ്വഭാവം വരെ നമുക്ക് കൃത്യമായി ഒരു 90% വരെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഇടപഴകാൻ കഴിയും. അങ്ങനെ ഓരോ ജീവജാലങ്ങളുടെയും സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മനുഷ്യന്റെ കാര്യം വരുമ്പോഴാണ് നമുക്ക് കൊല്ലങ്ങളോളം നമ്മുടെ ഒപ്പം ജീവിച്ച നമ്മളുടെ പാർട്ട്ണറായാലും അല്ലെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കൾ, നമ്മുടെ അച്ഛനമ്മമാര്, നമ്മുടെ സഹോദരങ്ങള്, നമ്മളുടെ കൂട്ടുകാര്, നമ്മളുടെ അയൽക്കാര് ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല അവരെന്ന് ഒരു ദിവസം നമ്മൾ തിരിച്ചറിയപ്പെടും. അപ്പോഴാണ് നമ്മളുടെ മനസ്സിൽ വിഗ്രഹങ്ങളായിരുന്ന പലരും ഒന്നുമല്ല, വട്ടപൂജ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ മനുഷ്യനെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് തരംതിരിച്ചിട്ട് പഠിപ്പിക്കുന്ന, മനസ്സിലാക്കി തരുന്ന ഒരു ശാസ്ത്രശാഖയാണ് എനിയാഗ്രാം. എനിയാഗ്രാം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്രീക്ക് പദം, 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് എനിയാഗ്രാം. എനിയ എന്നും ഗ്രാം എന്നും പറയുന്ന 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞത്. എനിയ എന്ന് പറഞ്ഞാൽ 9 എന്നും ഗ്രാം എന്ന് പറഞ്ഞാൽ അളന്ന് തിട്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ എന്താ പറയുക തരംതിരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അങ്ങനെയാണ് 9 തരംതിരിച്ചത് എന്ന പദത്തിന്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഗ്രീക്ക് പദത്തിന്റെ കൂട്ടിച്ചേർത്ത് ഉണ്ടായതാണ് എനിയാഗ്രാം. ഈ എനിയാഗ്രാം നമ്മൾ ഇതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി പഠിച്ചാല് നമ്മൾക്ക് എന്താണ് ഗുണം? പലരും ചോദിക്കാറുണ്ട്, ഇത് പഠിച്ചത് കൊണ്ട് എന്ത് ഗുണം? നമ്മൾ ഇത്രയും നാൾ ജീവിച്ചില്ലേ, ഇനിയും അങ്ങനെ അങ്ങ് ജീവിച്ചാൽ പോരെ? ഇതൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഇപ്പൊ എങ്ങനെയാണോ നമ്മൾ ജീവിച്ചിരുന്നത് ഇതുപോലെ സുന്ദരമായ രീതിയിൽ നല്ല എന്താ പറയുക സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കും ഇനി അങ്ങനെ ജീവിക്കാൻ കഴിയും. പക്ഷേ എനിയാഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്ന് പറഞ്ഞാൽ, നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ, നമ്മളോടൊപ്പം സഹവസിക്കുന്നവർ, നമ്മളെ കേൾക്കുന്നവർ, നമ്മളെ കാണുന്നവർ, നമ്മൾ പരിചയപ്പെടുന്നവർ, നമ്മുടെ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ, നമ്മുടെ ശിഷ്യഗണങ്ങൾ ഒക്കെ ഏത് സ്വഭാവക്കാരാണ് അല്ലെ ഏത് തരക്കാരാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇടപെടാൻ കഴിയും. അതാണ് ഇതിന്റെ ഒരു മേന്മ. ഇത് ആർക്കൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും പഠിക്കാം. പ്രത്യേകിച്ച് ഇന്ന വിഭാഗക്കാരൊന്നുമില്ല. ഇപ്പോ നിങ്ങൾ ആർമിയിൽ ചേർന്നിരിക്കുക. നിങ്ങൾ ആർമിയിൽ ചേർന്നു. ഇപ്പോ നമുക്കൊക്കെ അറിയാവുന്നതാണ്, ആർമിയിൽ ചേർന്ന് കഴിഞ്ഞാൽ 2-3 തരത്തിലാണ് ആർമിയിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഒന്ന് വാർ ഫ്രണ്ടിലേക്ക് പോകാൻ പറ്റുന്ന ആൾക്കാര്, മറ്റൊന്ന് വെപ്പൺസ് മാനേജ് ചെയ്യുന്ന ആൾക്കാര്, മറ്റൊന്ന് ക്ലറിക്കൽ ആൾക്കാര്, പിന്നെ ജനറൽ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാര്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് വേറൊരു ഭാഗമുണ്ട്, നമുക്കൊക്കെ അറിയാത്തൊരു ഭാഗം. സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന കുറച്ച് ആൾക്കാർ. അവരെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, അവരെ നോർമലി റിക്രൂട്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആണ് അവരെ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് നാളെ വന്നിട്ട് പട്ടാളത്തിൽ ചേർന്നിട്ട് എനിക്ക് പാകിസ്ഥാനിൽ പോയി അല്ലെ ചൈനയിൽ പോയി സ്പൈ വർക്ക് ചാരപ്രവർത്തി നടത്താം, ഞാൻ റെഡിയാണ്, വില്ലിംഗ് ആണ്, നിങ്ങൾ എന്നെ അങ്ങോട്ട് അയക്കൂ, അവിടെ പോയി ഞാൻ അവിടുത്തെ പാകിസ്ഥാൻ ആർമി ബങ്കറുകളൊക്കെ ഞാൻ വെടിവെച്ച് ഇല്ലാണ്ടാക്കാം, ബോംബിട്ട് ഇല്ലാണ്ടാക്കാം എന്ന് പറയും. അങ്ങനെയൊന്നുമല്ല. കൃത്യമായ ട്രെയിനിങ്ങിന് ശേഷം ഇവരെ ഓരോരുത്തരെയും അനലൈസ് ചെയ്യും.
അനലൈസ് ചെയ്തിട്ട് ഇന്ന ഇന്ന വിഭാഗക്കാരായിട്ട് ഓരോരുത്തരെയും തിരിച്ചെടുത്തിട്ടാണ് കൃത്യമായ മേഖലകളിലേക്ക് അവരെ പോസ്റ്റ് ചെയ്യും. ഇന്ത്യയിൽ എനിയാഗ്രാം എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1% പോലും ഉപയോഗിക്കുന്നില്ല എന്ന് പറയാം. മറ്റ് യൂറോപ്യൻ കൺട്രീസിലോട്ട് നോക്കി കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സെക്ടറുകളിലും പിന്നെ ആർമിയിലും അങ്ങനെ എന്നു വേണ്ട ഏത് തൊഴിൽ മേഖലയിലും കൃത്യമായ അനാലിസിസ് നടത്തിയിട്ടാണ് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇനി ടോപ്പിക്കിലേക്ക് കടന്നു വരാം. എനിയാഗ്രാം എന്താണെന്ന് പറഞ്ഞു. എനിയാഗ്രാം ഗ്രീക്ക് പദങ്ങളായ എനിയിൽ നിന്നും ഗ്രാമിൽ നിന്നും ഉണ്ടായതാണ്. ഇതിനെ 9 ആയിട്ടാണ് എനിയാഗ്രാമിൽ മനുഷ്യരെ പറ്റി തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആൾക്കാരെ നമുക്ക് റിഫോമർ എന്ന് പറയാം. ആ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഒന്നാമത്തത് റിഫോമർ, രണ്ടാമത്തത് ഹെൽപ്പർ, മൂന്നാമത്തത് അച്ചീവർ, നാലാമത്തത് ദ ഇൻഡിവിജ്വലിസ്റ്റ്, അഞ്ചാമത്തത് ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. മലയാളം പെട്ടെന്ന് എനിക്ക് ചില കാര്യങ്ങളിൽ പെട്ടെന്ന് വരും. അത് ലോയലിസ്റ്റ്, ഗവേഷകരെന്ന് പറയാമോ സർ? ഗവേഷണം, പിന്നെ എൻതൂസിയാസ്റ്റ്, ചലഞ്ചർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അവരാണ് ഏത് വെല്ലുവിളിയും സ്വീകരിച്ചിട്ട് നേതൃത്വ നിരയിലേക്കൊക്കെ വരുന്ന ആൾക്കാര്, അധികാരികൾ എന്നൊക്കെ അവർ പറയും. പിന്നെ ഏറ്റവും അവസാനത്തെ ആൾക്കാരാണ് സമാധാനകാംക്ഷി. പിന്നെ നിങ്ങൾ ഇതിന്റെ ഇപ്പോ ആ കാണുന്ന ചിത്രത്തിൽ 9 എണ്ണം ഞാൻ കൃത്യമായി പറഞ്ഞു. ഇതിന്റെ ഔട്ടറിൽ ഒരു സർക്കിളില് 3 ഞാൻ പറഞ്ഞിരുന്നു മാഡം. പറഞ്ഞിരുന്നു. റിഫോമർ, ഹെൽപ്പർ, അച്ചീവർ, ഇൻഡിവിജ്വലിസ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റർ, റോയലിസ്റ്റ്, എൻതൂസിയാസ്റ്റ്, ചലഞ്ചർ, പീസ് മേക്കർ. ഇതിന്റെ ഔട്ടർ സർക്കിളിൽ നിങ്ങൾ നോക്കിക്കോളൂ, ആക്ടിങ് എന്ന് എഴുതി കിടപ്പുണ്ട്. കണ്ടോ? അത് 3 എണ്ണം. ചലഞ്ചർ, പീസ് മേക്കർ, റിഫോമർ. ഈ 3 വിഭാഗത്തിൽ, അതായത് 8, 9, 1 എന്ന ടൈപ്പിൽ വരുന്ന ആൾക്കാര് എവിടെയാണ് വരുന്നത്? ആക്ടിങ്. ഇത് കണ്ടോളൂ. ഞാൻ അടുത്ത ഇതിലേക്ക് വരുന്നുണ്ട്. എനിയാഗ്രാം ട്രയാഡ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എനിയാഗ്രാം ത്രയങ്ങളൊക്കെ എന്ന് പറയും. ത്രയങ്ങൾ, അതായത് ഈ 9 എണ്ണത്തിന് 3 വിധം തിരിച്ചിട്ടുണ്ട്. കണ്ടോളൂ. 8, 9, 1. അവര് ബോഡ്ലിയാണ്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് ശരീരം ആണ് അവരുടെ കൂടുതലായിട്ടുള്ള പെരുമാറ്റങ്ങൾക്കും ഇടപെടലുകൾക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ശരീരം എന്ന് പറയുന്ന കേന്ദ്രമാണ്. ബുദ്ധിക്ക് 3 കേന്ദ്രങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. 1 ശരീരം, 2 ഹൃദയം, 3 പിന്നെ ശിരോ അല്ലെങ്കിൽ ശിരസ്. അപ്പോ ആദ്യത്തെ കേന്ദ്രത്തിൽ വരുന്ന ആൾക്കാരാണ് 8, 9, 1. 2, 3, 4 വരുന്നത് അവര് ഹൃദയം കൊണ്ടാണ് അവരുടെ ഇടപെടലുകൾ. കൂടുതൽ അവർ ഇടപഴകുന്നത് ഹൃദയം കൊണ്ടാണ്. അവർക്ക് ഹൃദയ കേന്ദ്രത്തിൽ ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് 2, 3, 4. പിന്നെ വരുന്നത് 5, 6, 7. അവര് ശരിക്കും ബുദ്ധിയാണ് അവരുപയോഗിക്കുന്നത്. അവര് ശരിക്കും ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ഇടപെടുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഈ സ്ക്രീനിൽ കാണുന്നത് കണ്ടോളൂ. റിഫോമർ, ഹെൽപ്പർ, അച്ചീവർ, ഇൻഡിവിജ്വലിസ്റ്റ്, ഇൻവെസ്റ്റിഗേറ്റർ, ലോയലിസ്റ്റ്, എൻതൂസിയാസ്റ്റ്, ചലഞ്ചർ, പീസ് മേക്കർ. ഇതില് 1, 2, 3 അല്ല സോറി 2, 3, 4. 2 ദ റിഫോമർ, the helper, the achiever and the individualist. ഈ 3 പേരും ഹൃദയം കൊണ്ടാണ് അവര് ശരിക്കും പറഞ്ഞാൽ അവരെ പിന്നെ ഓരോ കാര്യങ്ങൾക്കും ഹൃദയം കൊണ്ടാണ്. അവരുടെ ഭാഷയായാലും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആയാലും ഹൃദയം കൊണ്ടാണ് അവര് കൂടുതൽ ഇടപഴകുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യത്തെ കേന്ദ്രത്തിൽ വരുന്ന ആളുകളെ കുറിച്ച് പറയാം. അപ്പോ അതിൽ 2ാമത്തെ ആൾക്കാരാണ് നമ്മൾ ഹൃദയ കേന്ദ്രത്തിൽ വരുന്നത്.
ഈ രണ്ടാമത്തെ ആൾക്കാരെ പറ്റി ഞാൻ പറഞ്ഞു, ഇവര് ഹെൽപ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞാല് കൃത്യമായ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അവനവന്റെ വീട്ടിലെ പട്ടിണിയാണെങ്കിലും മറ്റുള്ളവന്റെ വീട്ടിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആയിരിക്കും ഇവന്റെ പ്രധാനപ്പെട്ട ജോലി. അവന്റെ അമ്മ സുഖമില്ലാതെ കിടന്നാൽ മരുന്ന് വാങ്ങിക്കൊടുക്കാതെ അടുത്ത വീട്ടിലുള്ളവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനായിരിക്കും ഇവൻ എപ്പോഴും കൂടുതൽ താല്പര്യം കാണിക്കും. അതായത് നാടിന് ഭയങ്കര ഗുണമുള്ളവനായിരിക്കും, എന്നാൽ ഇവന് വീട്ടുകാർക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരാളെ പറ്റി പറയാമോ? ഒരു ആളെ ഏതെങ്കിലും സിനിമയിലോ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെ പറ്റി പറയും. ബാലേട്ടൻ ബാലേട്ടൻ ശരിയായ ഉദാഹരണമാണ്. ബാലേട്ടൻ സിനിമയിലെ ബാലേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം, പുള്ളി വീട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്നുമില്ല. വീട്ടിലെ പുള്ളി അതിനകത്ത് എന്ത് വിഷമം വന്നാലും പുള്ളിക്ക് പ്രശ്നമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കടമ, അതായത് ഇവർക്ക് നോ പറയാൻ അറിയില്ല. ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. മനസ്സിലായോ? ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാം ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ആണോ അല്ലയോ? അതെ അതെ. അതെ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഇന്ററാക്ഷൻ മോഡിൽ എടുക്കണമെന്ന്. നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ആരെങ്കിലും ഒക്കെ ഇങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൂടെ ഇതാണ്. അപ്പൊ നമ്മള് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എല്ലാം, നമ്മൾക്ക് ഇൻപുട്ട് വരുന്ന എല്ലാം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ഇതിൽ ഏതെങ്കിലും 1-2 ഐറ്റങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ, ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാം? എന്താ സംഭവിക്കുക? അറിയാൻ പറ്റുന്നവർക്ക് പറഞ്ഞോളൂ. വിചാരിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. അതായത് സാമ്പാർ എന്ന് പറഞ്ഞാൽ, സാമ്പാർ എന്ന് കേട്ടാൽ മാത്രമേ സാമ്പാർ എന്ന് പറയുന്ന ആ സാധനം നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുള്ളൂ. അല്ലേ? ഞാനിപ്പോ സാമ്പാർ എന്ന് പറയുന്നു. ആരാ എന്നോട് സംസാരിച്ച? ഷീബ എന്ന് പറയുന്ന മാഡമാണോ? ആരോ ആയിക്കോട്ടെ. അതായത് ഞാൻ ഇപ്പോൾ സാമ്പാർ എന്ന് പറയുമ്പോൾ സാമ്പാർ എന്ന് നിങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് സാമ്പാർ ഓടിയെത്തുന്നത്. കറക്റ്റ് അല്ലേ? അതെ അതെ അതെ. പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാം? അറിവ് പൂർണ്ണമാവുന്നില്ല. അപ്പോ നമ്മൾ എന്താ പറയാ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ പിന്നീടുള്ള പെരുമാറ്റങ്ങളെല്ലാം, സ്വഭാവം രൂപീകരിക്കുന്നത്. ഒക്കെ അല്ലേ? അതെ. അപ്പോ നമ്മളുടെ പെരുമാറ്റങ്ങളുടെ ഒരു അപഗ്രഥനം നടത്തിക്കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ 9 പേഴ്സണാലിറ്റിയും നമുക്ക് തരംതിരിച്ചെടുക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രമാണ് 2 എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പറ്റിയുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നത്. ഈ പേഴ്സണാലിറ്റി നമുക്കുണ്ടാവുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ബാല്യകാലത്തിലൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. എന്ത് അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ അറിവ്, എക്സാമ്പിൾ ഇപ്പൊ പറയാം, നമ്മൾ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ നമ്മൾ മരം കയറുമ്പോൾ നമ്മളോട് പറയും കയറരുതെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് മരം കയറ്റം വേണ്ടാന്ന് വെക്കും. ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കും. ആക്ച്വലി നമ്മൾക്ക് മരം കയറാനുള്ള കഴിവുണ്ടോ യഥാർത്ഥത്തിൽ? ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ മരം കയറാനുള്ള കഴിവ് നമുക്ക് ഉണ്ട് എന്ന് പറയുന്നത്? പരിശ്രമം, കയറാനുള്ള ശ്രമം നടത്തുന്നു. കുട്ടിക്കാലം പോലെ മരം കയറിയിട്ടുണ്ട്. അതെ. നമ്മൾ മോഗ്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ എടുത്തോ, കേട്ടിട്ടില്ലേ? മോഗ്ലി മരം കയറുമായിരുന്നു, ഇതെല്ലാം ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നലെ ഞാൻ കണ്ട ഒരു വീഡിയോ ആണ്. ഈ മോഗ്ലി എന്ന് പറയുന്ന ആള് UP-യിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. UP-യിൽ, നമ്മുടെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ആളാണെന്ന് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതാണ്.
അപ്പോൾ അത് പിന്നെ ആരൊക്കെയോ ഇങ്ങനെ ഒരാളെ കണ്ടെത്തി 6 വയസ്സുള്ള സമയത്താണ് അയാളെ കണ്ടെത്തി അയാളെ കൊണ്ടുവന്ന് പിന്നീട് 34 വയസ്സ് വരെ അയാൾ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഞാനിനി അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതിനൊരു ചെറിയ ഒരു ഇത് തന്നെ, അല്ലാതെ ഇതിന്റെ തിയറിറ്റിക്കലി ഉള്ള ഒരു മോഡിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിനിമയുടെ ട്രെയിലേഴ്സ് വരില്ലേ, അതുപോലെ ഞാൻ ട്രെയിലർ തന്നതാണ്. ഇനി എനിയാഗ്രാമിനെ പറ്റി ഞാൻ കുറച്ച് സംസാരിക്കാൻ പോവുകയാണ്. ഇതൊരു പേഴ്സണാലിറ്റി തിയറി എന്നതിനപ്പുറത്ത് ആധ്യാത്മിക ആയിട്ടുള്ള സാധനയെ സഹായിക്കുന്ന സ്വയം കണ്ടെത്തലാണ് എനിയാഗ്രാം ഉന്നമിക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ 3 ഘട്ടങ്ങളാണുള്ളത്. 1-ാം ഘട്ടത്തില് അവനവന്റെ സ്വഭാവ പാച്ചുലുകൾ സ്വായത്തമാക്കിയിരിക്കുന്ന പെരുമാറ്റ രീതികളും അതുപോലെ തന്നെ അവയ്ക്ക് ആധാരമായിട്ടുള്ള തൃഷ്ണകൾ എന്തൊക്കെയാണോ, വാസനകൾ എന്തൊക്കെയാണോ, ഇതൊക്കെ കണ്ടെത്തുന്നതാണ് 1-ാമത്തെ ഘട്ടത്തിൽ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉൾക്കാഴ്ചയാണ്, അല്ലെ? ഒരു ഉൾക്കാഴ്ചയല്ലേ? നമ്മളുടെ തൃഷ്ണകളും വാസനകളും ഒക്കെ മറഞ്ഞു കിടക്കുന്നതൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. ശരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ എന്ന് പറയാം, എല്ലാവരും ഞാനെന്നല്ലേ അവനവൻ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എത്ര ഞാനുണ്ട് എന്ന് പറയാമോ? എത്ര ഞാനുണ്ട്? ഈ ഞാൻ എന്ന് പറയുന്നത്, ഞാൻ പറയുമ്പോൾ എന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ പറയൂ. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ എന്ന് പറയുമ്പോൾ എത്ര ഞാനാണ് നിങ്ങളിൽ ഉള്ളത്? അറിയാമോ ആർക്കെങ്കിലും? എനിബഡി? പറഞ്ഞോളൂ, ജസ്റ്റ് ഗസ് ചെയ്തോളൂ. ഒരു 3 ഇരിക്കുന്ന എന്തോ? മോനാണ്, അച്ഛനാണ്, മകനാണ്, അച്ഛനാണ്, സഹോദരനാണ്. അല്ല, നമ്പർ പറയൂ പ്ലീസ്. ജസ്റ്റ് 3. 3. ഈ 3 പറഞ്ഞത് ശരിയാണ്. അപ്പോ 3 എന്താണെന്നൊന്ന് കൃത്യമായിട്ട് പറയാമോ? പറയട്ടെ. പറഞ്ഞോ. എന്റെ മനസ്സ് ഞാൻ, എന്റെ ശരീരം ഞാൻ, എന്റെ ജീവൻ ഞാൻ. സാറ് പറഞ്ഞത് സാറിന്റെ വെർഷനിൽ സാറ് സംസാരിച്ചു. പക്ഷെ ശരിക്കും ഞാൻ എന്ന് പറഞ്ഞാൽ 3 എന്നുള്ളത് കറക്റ്റ് ആണ്. 1 ഒരു മുറിക്കുള്ളിലായിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിൽ ഞാൻ മാത്രമായിരിക്കുന്ന അവസരത്തിൽ ഞാൻ എങ്ങനെയാണോ എന്റെ ഇടപെടലുകള് ആ വീട്ടിനുള്ളിൽ മാത്രം, ആ 4 ചുവരുകൾക്കുള്ളിലായിരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയൊക്കെയാണോ എന്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്നത്, ഓരോ കാര്യങ്ങളും ഞാൻ എങ്ങനെ പെരുമാറുന്നു, അതൊരു ഞാൻ. മനസ്സിലായോ? നമ്മള് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ലേ ഞാൻ, അതായത് ഒരു 4 ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ വേറെ ആരും കടന്നു വരാനില്ല. അപ്പൊ എനിക്ക് എന്റെ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാം, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ എന്താ പറയാ, അഴുക്ക് വസ്ത്രങ്ങൾ എനിക്ക് തോന്നിയ രീതിയിൽ ഇടാം, അലക്കണമെങ്കിൽ അലക്കാം, അലക്കാതിരിക്കാം, പല്ല് തേക്കാം, രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാം, പല്ല് തേക്കാതിരിക്കാം, കുളിക്കാതിരിക്കാം, അങ്ങനെ ഓരോ കാര്യങ്ങളും. അതൊരു ഞാൻ. 2-ാമത്തെ ഞാനെന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ മുൻപിൽ, ഇപ്പൊ ഞാൻ എന്നെ പറ്റിയാണ് സംസാരിക്കുന്നത്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിയാഗ്രാം ക്ലാസ് എടുക്കാനായിട്ട് എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാനായിട്ട് തയ്യാറെടുത്ത് നല്ല ഡ്രസ്സും ഇട്ട് നല്ല കോട്ടും ഇട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള തയ്യാറെടുപ്പിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു ഞാനുണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടു അവർ ഗുരു ട്രെയിനിങ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ട്രെയിനിങ് അക്കാഡമിയുടെ CEO ആയിട്ടുള്ള അനീഷ് കെ മണി എന്ന് നിങ്ങൾ കേട്ടു. അപ്പോൾ നിങ്ങൾ എന്നെ കാണും, ഇദ്ദേഹം എന്തോ വലിയ പുലിയാണ്, എനിയാഗ്രാം അരച്ച് കലക്കി കുടിച്ച് വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് നിങ്ങൾ. ഇനി അടുത്തൊരു ഞാനുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് എന്റെ എല്ലാ രീതിയിലും നിങ്ങൾ എന്നെ അനലൈസ് ചെയ്യും, ഇല്ലേ? 1 മണിക്കൂറോളം നിങ്ങളോടൊപ്പം ചെലവഴിക്കുമ്പോൾ ഈ 1 മണിക്കൂറിൽ എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? കുറെയൊക്കെ നിങ്ങളുടെ മനസ്സിലാക്കത്തില്ലേ? മനസ്സിലാക്കുമോ? അപ്പോ അതും ഒരു ഞാനാണ്. അതായത് നിങ്ങള് എന്റെ ക്ലാസ്സിന് ശേഷം പറയും അനീഷ് കെ മണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇത്രയും ഉള്ളൂ. അദ്ദേഹത്തിന് ഒരു മാർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ 10ൽ ഇത്ര മാർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു മാർക്ക് ഇടും. പക്ഷെ ഇതൊന്നും നിങ്ങൾ ഇടുന്ന മാർക്കാണോ എന്റെ ശരിയായ ഞാൻ? നിങ്ങൾ കണ്ടിരിക്കുന്ന ഞാനാണോ? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന ഞാനാണോ ശരിയായ ഞാൻ? അല്ല.
ആദ്യം പറഞ്ഞ ആ 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കുന്ന ഞാനാണ് ശരിയായ ഞാൻ. ബാക്കിയൊക്കെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അഭിനയിക്കുകയാണ്, അല്ലേ? ശരി, എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാനായി നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ അഭിനയിക്കുന്നു. ഇപ്പൊ നാടകം അഭിനയിക്കാലും, സിനിമ അഭിനയിക്കാലും, മിമിക്രി കാണിക്കാലും, ക്ലാസ് എടുക്കലായാലും എല്ലാം ഒരു അഭിനയമാണ്. കറക്റ്റ് അല്ലേ? കറക്റ്റാണ് സാറേ. അപ്പോ ഇനി നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരേ സമയം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങളെല്ലാം ഒരേ സമയം പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ സംഗ്രഹിച്ചത് ശരിയായ രീതിയിലായിരിക്കുമോ? തെറ്റാണ്. ഒരു സമാന വ്യക്തിത്വം അല്ലേ? അല്ല. എക്സാക്ട്ലി. അപ്പോ ഇതൊക്കെയാണ് മനുഷ്യൻ. ഇതിന് ശരിയായ കണ്ടെത്തലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എനിയാഗ്രാം ഉപയോഗിക്കുന്നത്. എനിയാഗ്രാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയെയും കാണാം. ഇപ്പൊ വലിയൊരു പ്രശ്നമാണ് അല്ലെ? ഈ പണ്ട് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്, സൈക്കാട്രിസ്റ്റുമാര് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഭാര്യയെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഉറക്കിയിട്ട് അവളുടെ പൂർവ്വകാല ചരിത്രങ്ങൾ കണ്ടുപിടിക്കുന്നതായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിയാഗ്രാം പഠിച്ചതിന് ശേഷം നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒരാളോടൊപ്പം കുറെ സമയം ചെലവഴിച്ച് കഴിയുമ്പോൾ അയാളെ പറ്റി നമ്മളൊന്ന് ഒരു മാർക്കം കിടും, ടൈപ്പ് ചെയ്യപ്പെടും. യവൻ ഇതാണ് അല്ലെ ഇവൾ ഇതാണ്. പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് യഥാർത്ഥത്തിൽ അയാൾ നമ്മുടെ മുന്നിൽ അഭിനയിച്ചതായിരിക്കും. ആ അഭിനയം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇയാളെ ടൈപ്പ് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇയാളതാണോ? അല്ല. അപ്പൊ നമുക്ക് അവിടെ പലപ്പോഴും ചില ഇതുണ്ട്. അപ്പൊ നമ്മൾ വളരെ കൃത്യമായ എനിയാഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഓരോ പെരുമാറ്റങ്ങളും അനലൈസ് ചെയ്തിട്ട് നമുക്ക് അയാൾ ഏത് ഇതിലുള്ളതാണ് എന്ന് കൃത്യമായിട്ടൊക്കെ പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഘട്ടത്തിൽ അവനവന്റെ സ്വഭാവ പാച്ചിലുകൾ, സ്വായത്തമാക്കിയിരിക്കുന്ന പെരുമാറ്റ രീതികൾ, അതുപോലെ തന്നെ അവയ്ക്ക് ആധാരമായിട്ടുള്ള വാസനകള്, തൃഷ്ണകള്, ഇവയൊക്കെ കണ്ടെത്തുന്ന ഇങ്ങനെ ഒരു ഉൾക്കാഴ്ച നേടുകയാണ്. ഇതിന് നമ്മൾ പറയാം, എന്താ പറയാ, സെൽഫ് ഇൻസൈറ്റ് എന്ന് പറയും. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹോളി വാർ എന്ന് വേണമെങ്കിൽ പറയാം, വിശുദ്ധ സമരം. ഇത് യഥാർത്ഥത്തിൽ ഈഗോയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ അഹത്തിനെതിരെയുള്ള ഒരു ഓപ്പൺ വാറാണ്. നമുക്ക് പറഞ്ഞില്ലേ, ഒരു കൃത്യമായി നമ്മളെല്ലാം ഒരു മുഖം മൂടിയാണ് വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ മുഖം മൂടിയാണ്. നമ്മൾ ഭർത്താവിന്റെ അടുത്തൊരു മുഖം മൂടി, മക്കളുടെ അടുത്തൊരു മുഖം മൂടി, മരുമക്കളുടെ അടുത്ത് മറ്റൊരു മുഖം മൂടി, മറ്റ് അയൽക്കാരുടെ അടുത്തൊരു മുഖം മൂടി, കൊളീഗ്സിന്റെ അടുത്ത് വേറൊരു മുഖം മൂടി, എല്ലായിടത്തും നമുക്ക് ഒരേ മുഖം മൂടികളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അഴിച്ചു മാറ്റണം. എന്നിട്ട് നമ്മളുടെ ശരിയായ ഞാൻ എന്താണ് നമ്മൾ കണ്ടെത്തണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആരോട് ഫൈറ്റ് ചെയ്യണം? നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ആരോടാ? നമ്മളോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത് ആദ്യം. അഹത്തിനെതിരെയുള്ളൊരു സമരം നമ്മൾ സംഘടിപ്പിക്കണം. അതിനെയാണ് ഒരു ഹോളി വാർ എന്ന് പറയുന്നത്, ഒരു വിശുദ്ധ സമരം തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഘട്ടത്തില് നമ്മൾ ആദ്യം ഘട്ടത്തില് നമ്മളുടെ വാസനകള്, നമ്മുടെ തൃഷ്ണകളൊക്കെ എന്താണെന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ അഹത്തിനെതിരെ ഒരു സമരം നടത്തിയിട്ട് എന്താ പറയാ, മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സ്വന്തം നാടും വീടും ഇട്ടിട്ട് അന്യനാട്ടിൽ കുറെ നാള് ജീവിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥ എന്തായിരിക്കും എന്ന് ഊഹിച്ചു നോക്കിയുള്ളൂ. ഒരു 10-25 വർഷം നമ്മുടെ സ്വന്തം നാടും വീടും ഒക്കെ വിട്ട് അന്യനാട്ടിലൊക്കെ താമസിച്ച് അവരോട് കുറെ വർഷങ്ങൾ ഇടപഴകിയതിനു ശേഷം തിരിച്ചു നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ എന്തായിരിക്കും നമ്മളുടെ ഒരു ഫീലിങ്സ്? സന്തോഷം. അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്ന മൂന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വത്വം, നമ്മൾ ഇനി ഏത് നാട്ടിൽ പോയാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ശരിയായ ഒരു നമ്മളുണ്ടല്ലോ, അത് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തുമ്പോഴാണ് നാം ആകുന്നത് എന്ന് പറയുന്നത് പോലെ ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ ആണ്. അത് ഇച്ചിരി ഒരു സ്പിരിച്വൽ ലൈനിൽ തന്നെ അതിനെ കാണാൻ പറ്റുള്ളൂ. ഒരു എന്താ പറയാ, ഉപാസനയൊക്കെ നടത്തി അനുദിന ധ്യാനവും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ യഥാർത്ഥ സ്വത്വത്തിലെത്തുകയാണ്. ഇതാണ് 3 ഘട്ടങ്ങളായിട്ട് പറയുന്നത്.
ഇപ്പൊ നമ്മളുടെ ശരിയായ വാസനകളും തൃഷ്ണകളും ഒക്കെ പെരുമാറ്റ രീതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ യഥാർത്ഥത്തിലുള്ള നാം അല്ല ഇപ്പൊ ഇരിക്കുന്നത്, നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കെതിരെ തന്നെ നമ്മളൊരു സമരം നടത്തിയിട്ട് നമ്മൾ നമ്മുടെ യഥാർത്ഥ ടൈപ്പിലേക്ക് നമ്മൾ എത്തുക. ഇതാണ് എനിയാഗ്രാം ലക്ഷ്യം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്ര തരം വികാരങ്ങളുണ്ടെന്നറിയാം. ആരെങ്കിലും പറയും. അടിസ്ഥാനമായിട്ടുള്ള വികാരങ്ങൾ എത്രയാണ്, അത് ഏതൊക്കെയാന്ന് പറയാൻ പറ്റും? 3 ശരിയല്ല. 9 ഉണ്ട്, 9 കഴിഞ്ഞിട്ടും ഉണ്ട് തലം. അടിസ്ഥാന വികാരങ്ങൾ. വിശപ്പ്, ദാഹം. 5ആണ് സാറേ. അല്ല, അടിസ്ഥാന വികാരങ്ങൾ 4 എണ്ണമാണ്. ഒന്ന് ദേഷ്യം, സങ്കടം, ഭയം, സന്തോഷം. ഇതാണ് നമ്മളുടെ അടിസ്ഥാന വികാരങ്ങൾ. ദേഷ്യം, സങ്കടം, ഭയം, സന്തോഷം. ഇതിൽ ശരിക്കും 4 എണ്ണത്തിൽ 1 എണ്ണം പോസിറ്റീവ്, ബാക്കി 3 എണ്ണം നെഗറ്റീവാണ്. ഏതൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാമോ? സന്തോഷം പോസിറ്റീവാണ്, ബാക്കി 3 നെഗറ്റീവാണ്. ഈ സന്തോഷം വരുമ്പോ ബാക്കി 3 താഴേക്ക് പോകും, ഇല്ലേ? നമുക്ക് ദേഷ്യം വന്നാലോ? ഇപ്പോ മാഡത്തിനെ ഒരാൾ തെറി വിളിച്ചു, നമുക്ക് എന്താ സംഭവിക്കുന്നത്? ദേഷ്യം ഉണ്ടായി വരുമ്പോ സങ്കടം വരുമല്ലോ സാറേ. ദേഷ്യമുണ്ടായി. ദേഷ്യത്തിനോടൊപ്പം തന്നെ സങ്കടം ഉണ്ടാവും. ദേഷ്യപ്പെട്ടു, അയാളോട് ദേഷ്യപ്പെട്ടു, പിന്നെന്താ? സങ്കടം ഉണ്ടായി. പിന്നെ ഭയം ഉണ്ടാവും. ഭയം എന്താ ഉണ്ടാവുന്ന? അയാളെ നമ്മൾ തെറി പറഞ്ഞു, തിരിച്ചു തെറി പറഞ്ഞു, അയാൾ നമ്മളെ വീണ്ടും അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യത. പക്ഷെ സന്തോഷം വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമ്മളങ്ങ് താഴേക്കും, ബാക്കി എല്ലാം ഉപേക്ഷിക്കും. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്, പെട്ടെന്നാണ് നമ്മളോട് ഒരാൾ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൊച്ചുമകൾ ജനിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു കൊച്ചുമകൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ബമ്പർ ലോട്ടറി നിങ്ങൾക്ക് അടിച്ചു. പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യും? അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ മറ്റേ ആളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഒരു മറുപടി തരൂ. ചെയ്യില്ല. അപ്പൊ സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷത്തെ ആയിരിക്കും സ്വീകരിക്കുന്നത്. ചില സമയത്ത് സാറേ അങ്ങനെ ഒരു സന്തോഷ വർത്തമാനം കേൾക്കുമ്പോ നമുക്ക് ദേഷ്യമുള്ള സമയമാണെങ്കിൽ എന്തായാലും ഇപ്പൊ ഇന്നത്തേക്ക് നിന്നെ ഞാൻ വിട്ടിരിക്കണം, പക്ഷെ നീ ഞാൻ മറന്നോന്ന് വിട്ടോന്ന് കരുതരുതെന്ന് പറയാനുള്ളൊരു ചിലപ്പോ അങ്ങനെയും ആവാമല്ലോ. അത് സാറേ അവിടെ പോകും. നമ്മൾ സാറിപ്പോ പറഞ്ഞ പോലെ പറയാം, എടാ ഇപ്പൊ എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, വേറെ കാര്യമുണ്ട്, പക്ഷെ നിന്നെ ഞാൻ പിന്നീട് എടുത്തുകൊള്ളാം. പക്ഷെ ആ പിന്നീട് എന്നുള്ളത് ഒരിക്കലും സംഭവിക്കില്ല, അത് അവിടെ തീരും. ദേഷ്യത്തിന്റെ ലെവൽ വ്യത്യാസം അത് ഓൾമോസ്റ്റ് എല്ലാവരിലും അത് അവിടെ തീരും സാറേ. അതുപോലെ നമ്മള് സങ്കടം വന്നിട്ട് ഇങ്ങനെ മക്കള് വഴക്ക് പറഞ്ഞ് സങ്കടം വന്നിട്ട് പേരക്കുട്ടി കെട്ടിപ്പിടിച്ച് ചിരിച്ചാൽ നമ്മ ചിരിക്കൂലേ സാറേ? സന്തോഷം വരില്ലേ? അത് സന്തോഷം മാത്രമല്ല അവിടെ ഉള്ളത്, അവിടെ സ്നേഹവും വാത്സല്യങ്ങൾ എന്ന് പറയുന്ന മറ്റു വികാരങ്ങൾ കൂടെ വരുമ്പോഴാണ് അതിന്റെ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും. പക്ഷേ എങ്കിലും ഉണ്ടായിട്ടുള്ള ആ മക്കളിൽ നിന്നുള്ള കേട്ട കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറക്കില്ല. അത് പിന്നീട് വീണ്ടും നമുക്ക് ഏമ്പക്കം വരുന്നത് പോലെ ഇങ്ങനെ തിരട്ടി വന്നുകൊണ്ടിരിക്കും. അതെ, അത് വരും. ശരിയല്ലേ? സാറേ, ഈ ദേഷ്യം അടക്കാനായിട്ട് പണ്ട് പറഞ്ഞിട്ടൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. 1 മുതൽ 100 വരെ എണ്ണാനോ പറയുമ്പോ അറിയാണ്ട് ആ ദേഷ്യത്തിന്റെ ആ വോള്യൂം ചില അതിന്റെ എന്താ പറഞ്ഞ കാഠിന്യം ഒന്ന് കുറഞ്ഞു കിട്ടുന്നത്. കാഠിന്യം കുറയും. അത് കുറയ്ക്കാനൊക്കെ ഉള്ള ഒരുപാട് മാർഗമുണ്ട്. നമ്മളിപ്പോ ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് വായിൽ ഇച്ചിരി വെള്ളം കൊണ്ടിട്ട് കവിൾ കൊണ്ടങ്ങ് നിന്നാൽ മതി, പിന്നെ നമ്മുടെ വായിന്നൊന്നും വരില്ല. ഓക്കെ, അപ്പോ ശരിക്കും പറയാം, ഒരാളുടെ മാനസിക വയസ്സ് എത്രയാണെന്ന് പറയാമോ? മാനസിക വയസ്സ് 5 സാറേ. 3 മുതൽ 6 വരെ എന്നാണ് അതിന് പറയുന്നത്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് മാനസിക വയസ്സ് പറയപ്പെടുന്നത്. ഇതിന്റെ കൃത്യമായ ആധികാരികത ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല, കാരണം ഇതെല്ലാം എനിയാഗ്രാമിൽ പറയപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ
35 വയസ്സിനുള്ളിൽ അവന് സമുദ്ധാരണം സംഭവിക്കണമെന്ന് പറയും. സമുദ്ധാരണം എന്ന് പറഞ്ഞാൽ എൻലൈറ്റ്മെന്റ്. 35 വയസ്സിനുള്ളിൽ സമുദ്ധാരണം സംഭവിക്കണമെന്നാണ് പറയപ്പെടുന്നത്. ഈ 35 വയസ്സിനുള്ളിൽ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ സംഭവിക്കണം? പ്രായമാവുക 70. എല്ലാവരും പറയും, 70 എല്ലാവരും വയസ്സിൽ. മറുപടി പറയും. എല്ലാവരും മറുപടി പറയും. 35 വയസ്സിനുള്ളിൽ സംഭവിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോ സംഭവിക്കണം? 60 വയസ്സാണ്. പിന്നെ സംഭവിക്കില്ല. 50 വയസ്സിൽ. ആ, ഇനിയും പറയാനുണ്ടോ ആൾക്കാര്? പിന്നെ സംഭവിക്കില്ല. പിന്നെ ഇല്ല. അത് സംഭവിക്കില്ല. കേട്ടു, അത് കേട്ടു, അത് കേട്ടു, സംഭവിക്കില്ല. അത് കേട്ടു. ഇനി അടുത്തത് പറയും. അടുത്തത് പറയാനുള്ള ഒരു വാക്ക്. 80-ല് ബോധോദയം ഉണ്ടായി. ആ, 50, പറയാൻ പറ്റില്ല. 70, 36 സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അല്ല, ഇപ്പൊ സംഭവിക്കണം. ഇപ്പൊ സംഭവിക്കണം. കാരണം ഞാൻ നിങ്ങൾക്ക് എനിയാഗ്രാമിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിയാഗ്രാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇപ്പൊ സംഭവിക്കട്ടെ. പിന്നല്ലേ പിന്നെ എന്തിനാ എന്റെ മുന്നിൽ വന്നിരിക്കുന്നേ? ശരിയല്ലേ? ശരിയാണോ അല്ലയോ? ശരിയാണ് സാറേ, ശരി, വളരെ തെറ്റാണ് ശരിയാണ്, തെറ്റ്. വളരെ ശരിയാണ്. അതെ, ശരി. മനുഷ്യന് നമ്മള് പിന്നെ ഒരു മനുഷ്യന് സമുദ്ധാരണം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിൽ ഒത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരാളെ പറയാം. സമുദ്ധാരണം സംഭവിച്ചിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം അത്തരത്തിൽ മേന്മയേറിയ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച മറ്റുള്ളവരുടെ പിന്നെ എക്സാക്ട്ലി ശ്രീബുദ്ധൻ. ഇനിയും പറയൂ. ഹർഷവർദ്ധൻ. ആ, ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. വിവേകാനന്ദന്റെ കഥ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് വിവേകാനന്ദ ചെറുപ്പം മുതലേ നമുക്ക് പിന്നെ യഥാർത്ഥത്തിൽ പുള്ളിയുടെ ഒരു ജീവിതശൈലി അങ്ങനെ തന്നെ ആയിരുന്നു. ഹർഷവർദ്ധൻ. ഹർഷവർദ്ധൻ. മദർ തെരേസ. മദർ തെരേസ ഒക്കെ ഈ എന്താ പറയാ, മദർ തെരേസ ഒക്കെ അവരുടെ ജീവിതം അതിന് തന്നെ തുടക്കത്തിലേ ചോദിച്ച. പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ അശോക ചക്രവർത്തി, ബിംബിസാരനാണോ? അലക്സാണ്ടർ അല്ലേ സാർ? അലക്സാണ്ടർ ബിംബിസാരനാണ്. ഒക്കെ നമ്മുടെ അലക്സാണ്ടർ ഒക്കെ നമുക്ക് ഇതിന് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഈ സമുദ്ധാരണം സംഭവിച്ചില്ലെങ്കിൽ 35 വയസ്സിനുള്ളിൽ സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ സംഭവിക്കണം എന്ന് പറയുന്നു. ഈ സമുദ്ധാരണം സംഭവിക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിലും സൊസൈറ്റിയിലും ഒക്കെ ലഹളകൾ ഉണ്ടാകുന്നത്, കലഹങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഡൈവോഴ്സിലേക്ക് പോകുന്നു. സഹോദരങ്ങൾ തമ്മിൽ ആയുധങ്ങൾ എടുക്കുന്നു, അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, അമ്മയും അച്ഛനും ചേർന്ന്, അമ്മയും മക്കളും ചേർന്നിട്ട് വേറൊരു മകനെ കൊല്ലുന്നു, മകളെ കൊല്ലുന്നു. ഇതൊക്കെ നമ്മളുടെ മുന്നിൽ കാണുന്ന തരത്തിൽ ഈ എൻലൈറ്റ്മെന്റ് ഉണ്ടാവാത്തത് കൊണ്ടാണ്, ഈ സമുദ്ധാരണം സംഭവിക്കാത്തത് കൊണ്ടാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണ് സാറേ. അപ്പോ സമുദ്ധാരണം സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയണം, അല്ലെ? നമ്മൾ അറിയാനാണ് എനിയാഗ്രാം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. എനിയാഗ്രാമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല്, ഇനി സാറിന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം. യെസ്. എനിയാഗ്രാം ടൈപ്സ് ആണ് കിടക്കുന്നത്. മാറ്റിയോ? എനിയാഗ്രാം ടൈപ്സ് അല്ലേ? യെസ്. എനിയാഗ്രാം ട്രയാഡ്സ് പറഞ്ഞു. യെസ്. ഇനി എനിയാഗ്രാമിൽ പറയുന്ന വിങ്സുകളാണ്. ചിറകുകൾ പറയുന്നുണ്ട്. ഈ ചിറകുകൾ എന്ന് പറഞ്ഞാല് നമ്മളുടെ ഇപ്പൊ ഇതിനകത്ത് ചിത്രത്തിൽ കാണുന്നുണ്ട് 8 എന്ന് പറയുന്ന ടൈപ്പിന്റെ വിങ്സുകളാണ് 7ഉം 9, അല്ലെ? മനസ്സിലാക്കിയോ നിങ്ങൾ? 8ന്റെ വിങ്സുകളാണ് 7ഉം 9ഉം. അതായത് നമ്മളുടെ ചിറകുകൾ എവിടെയാണ്? നമ്മളുടെ ഇരുവശങ്ങളിലുമായില്ലേ? നമ്മളുടെ ഇരുവശങ്ങളുമായി കാണുന്നതാണ് നമ്മളുടെ പിന്നെ വിങ്സുകൾ. ഈ വിങ്സുകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മളെ യഥാർത്ഥത്തിൽ ടൈപ്പുകൾ പഠിച്ചില്ല. ടൈപ്പുകൾ പഠിച്ചു വരുമ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ഈ വിങ്സിനെ പറ്റി മനസ്സിലാക്കാം. നമ്മൾ ഓരോ വ്യക്തിത്വങ്ങൾക്കും അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വങ്ങളുമായിട്ട് എപ്പോഴും
ഒരു കണക്ഷൻ ഉണ്ട്. ഒരു കണക്ഷൻ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പത്രഭാഷയിലെ ഇത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉണ്ടെന്ന് പറയപ്പെടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ചിറകുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ശക്തി കേന്ദ്രങ്ങളല്ലേ? അല്ലെ? ഇപ്പൊ പക്ഷിയുടെ ചിറകുകൾ എന്ന് പറഞ്ഞാൽ പക്ഷി ഒരു മരച്ചില്ലയിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ വിശ്വാസത്തിലാണ്. ചിറകുകളോണ്ട് പറന്നു പോയിരിക്കുന്നത് സാറേ. അല്ല, ഒരു പക്ഷി ഒരു മരച്ചില്ലയിൽ ഇരിക്കുകയാണ്. ആ പക്ഷിക്ക് അതിന്റെ ചിറക് വിശ്വാസം എന്തായിരിക്കും? കുഴപ്പമില്ല. എന്തായിരിക്കും അതിന്റെ വിശ്വാസം? ചിറക് എവിടെയെങ്കിലും പോണെങ്കിൽ full രക്ഷപ്പെടാൻ ചിറകുണ്ടല്ലോ എന്നല്ലേ. ആ, ഈ മരമൊടിഞ്ഞു വീണാലും എനിക്ക് പറക്കാൻ എന്റെ ശക്തമായ ശക്തിയുള്ള 2 ചിറകുകളുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ആ വിശ്വാസമാണ് പക്ഷിയെ ഉയരത്തിലേക്ക് പറക്കാൻ സഹായിക്കുന്നതും മരച്ചില്ലയിലും ഒക്കെ ഇരിക്കുന്നതും. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ടൈപ്പിലേക്കൊക്കെ വരുന്നു നമ്മൾ അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം. എനിയാഗ്രാം ആരോസ് ഉണ്ട്, കാണുന്നുണ്ടോ ചിത്രത്തില്? ചിത്രത്തിലേക്ക് നിങ്ങൾ കാണുന്നുണ്ടോ എനിയാഗ്രാം ആരോസ്? ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ട് സാറേ. കാണുന്നുണ്ട്. എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്, എന്റെ ഇവിടുത്തെ കണക്ഷൻ അത്ര പ്രോപ്പർ അല്ല. ഞാൻ എന്റെ ഫോണിൽ നിന്നാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ആണ് ഞാൻ ചോദിക്കുന്നത്, വീഡിയോസ് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് അറിയാം. ആക്ച്വലി 1-ന്റെ ആണ് പറയുന്നത്. 1-ൽ നിന്ന് നോക്കിക്കോളൂ. 4-ലേക്കും ഒരു ആരോ പോകുന്നുണ്ട്. 7-ൽ നിന്ന് ഒരു ഓപ്പോസിറ്റ് ആരോ വരുന്നുണ്ട്. ഇതിന് 2 തരത്തിലാണ് പറയുന്നത്. ഒന്ന് ഫോർവേഡ് ആരോയും മറ്റൊന്ന് ഓപ്പോസിറ്റ് ആരോയും. അതായത് നമ്മൾ ഏത് ടൈപ്പാണോ ആ ടൈപ്പിൽ നിന്ന് നമ്മൾ ഏത് ടൈപ്പിലേക്ക് പോയാലാണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പിൽ നിന്നുള്ള അവരുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ ആർജിച്ചാലാണ് നമുക്ക് കൂടുതൽ സമുദ്ധാരണം സംഭവിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ആരോസ്. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ ടൈപ്പ് 1 ആണ്, പക്ഷെ എനിക്ക് ടൈപ്പ് 4-ലേക്ക് പോയാലും അതുപോലെ തന്നെ ടൈപ്പ് 7-ന്റെ സ്വഭാവ സവിശേഷതകൾ ആർജിച്ചാലും എനിക്ക് സമുദ്ധാരണം പെട്ടെന്ന് സംഭവിക്കും. ഇതാണ് നമ്മളുടെ ആരോസ്. ഇനി നമ്മൾ ഈ കൃത്യമായി നമ്മളുടെ ഓരോരുത്തരുടെയും ടൈപ്പ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഞാന് ഒന്ന് സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് മറ്റൊരു സ്ക്രീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സെക്കൻഡ്. സാറേ എവിടെ പോയി? ഒരു സെക്കൻഡ് സാറേ, എന്താ പറ്റിയത്? അപ്പൊ നമ്മളിലുള്ള വ്യക്തിത്വത്തെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു വലിയ ടൂളാണ് എനിയാഗ്രാം. സാർ പറഞ്ഞ പോലെ 9 തരത്തിലുള്ള ടൈപ്പുകൾ മനുഷ്യന്റെ ചുറ്റുപാടുമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പാണ്, 9 തരത്തിലുള്ള ടൈപ്പിൽ ഏതെങ്കിലും ഒരു ടൈപ്പാണ് നമ്മൾ. ആ ടൈപ്പുകൾക്ക് തന്നെ അങ്ങനെ ഒരു ടൈപ്പാണ്. ഇപ്പം നമ്പർ ടൈപ്പ് 1 ആണ് ഞാനെങ്കിൽ പിന്നെയും എൻ്റെ ഇൻഫ്ലുവൻസുകൾ വിങ്സിലുണ്ട്, അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് വരുന്ന 2 ആരോസിലുമുണ്ട്. അപ്പം ഇങ്ങനെ വളരെ സങ്കീർണമായി ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് എനിയാഗ്രാം. സാർ പറയും. സാറേ ഒരു മിനിറ്റ് ഒന്ന് ഞാൻ ഇടയ്ക്കൊന്ന് എന്റെ സ്ക്രീൻ പോയതാണ്. ഇത് യഥാർത്ഥത്തില് ഓരോ ടൈപ്പിനും ഒരു റെഡീംഡ് വെർഷനും ഒരു അൺറെഡീംഡ് വെർഷനും ഉണ്ട്. അതായത് പറഞ്ഞ 9 തരം ആൾക്കാർ ഉണ്ടെന്ന് പറയുന്നു. ഈ ഓരോ ടൈപ്പിനും അതിന്റെ റെഡീംഡ് വെർഷനും ഉണ്ട്,
ഒരു അൺറെഡീംഡ് വെർഷൻ ഉണ്ട്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ നേരത്തെ 2 എന്ന് പറഞ്ഞ ടൈപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് നാട്ടിനു വേണ്ടി മറ്റുള്ളവർക്ക് എന്ത് വേണ്ടി മുന്നിൽ നിൽക്കും, പക്ഷെ വീട്ടിന് കൊള്ളൂല. എക്സാമ്പിള്, തൊട്ടടുത്ത വീട്ടുകാരുടെ മോടെ കല്യാണമാണ്. ആ കല്യാണം ആലോചിച്ച സമയം മുതൽ അതിന്റെ കുറിയടിച്ച് ഹാള് ബുക്ക് ചെയ്ത് പാചകക്കാരനെ ബുക്ക് ചെയ്ത് ഈച്ച് ആൻഡ് എവറിത്തിങ് കാര്യങ്ങൾക്ക് കൂടെ നിന്ന് നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വിളിക്കാൻ ഇയാൾ കൂടെ പോകും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ആളെ മറ്റേ ആള് ആ കുട്ടിയുടെ അച്ഛൻ കല്യാണം വിളിക്കുന്നില്ല. കാരണം ഇയാളാണല്ലോ കല്യാണം നടത്തുന്നത്. പിന്നെ പ്രത്യേകം ഇയാളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒറ്റ കാരണത്താൽ കല്യാണ ദിവസം ഇത് അവിടെ പോകില്ല. വേണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി തിരിച്ച് അവിടെ കൊണ്ടെത്തിക്കും. അങ്ങനെയൊക്കെ ചെയ്തതാണ്. ഇതാണ് ഇതിന്റെ ഒരു റിഡീംഡ് ആയിട്ടുള്ള വെർഷൻ. ഇതിന്റെ ഒരു അൺറെഡീംഡ് വെർഷൻ ആണെങ്കിൽ പറയാം, ഇവർക്ക് എപ്പോഴും ഒരു അംഗീകാരം വേണം. ഈ അംഗീകാരം കിട്ടിയില്ലെങ്കിലും ഇവര് അൺറെഡീംഡ് ആയി പോകും. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ വീട്ടിലെ വേലക്കാരൻ. നല്ല ചായ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, പിന്നെ നല്ല ചായ ഇട്ടുകൊണ്ട് വരും. ഒരു ദിവസം നല്ല ചായ ആണെന്ന് പറഞ്ഞില്ല എന്നിരിക്കട്ടെ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് അടുത്ത ദിവസം ചായയിൽ വേണേ വിരലിട്ടിട്ടുണ്ട് കൊടുക്കും, അല്ലെങ്കിൽ കുടിച്ചിന്റെ ബാക്കി കൊണ്ട് കൊടുക്കും. ഇതാണ് എൻ്റെ ഒരു അൺറെഡീംഡ് വെർഷൻ. ഇതാണ് നമ്മളുടെ എനിയാഗ്രാമിലെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ, അവരുടെ പെരുമാറ്റം, അവര് മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി, അവരുടെ വാക്കുകള്, അങ്ങനെ ഈച്ച് ആൻഡ് എവറിത്തിങ് മനസ്സിലാക്കി കൊണ്ട് നമുക്ക് പെരുമാറാൻ പറ്റും. അങ്ങനെ ഓരോ വ്യക്തിത്വങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് എവിടൊക്കെയാണ് വിങ്സ് ഉള്ളത്, എവിടെ നിന്നൊക്കെയാണ് അവരുടെ ഓപ്പോസിറ്റ് ആരോസും അവരുടെ ഫോർവേഡ് ആരോസും ഒക്കെ ഏതാണെന്നെല്ലാം കണ്ടെത്തിക്കൊണ്ട് നമ്മളിൽ സമുദ്ധാരണം സംഭവിക്കാൻ സാധ്യത 99 അല്ല 100% സാധ്യതയുള്ള ഒരു ടൂളാണ് എനിയാഗ്രാം. ഇതാണ് എനിക്ക് എനിയാഗ്രാമിനെ പറ്റി പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമ്മളുടെ സാബു സാർ പറയും. അപ്പൊ താങ്ക് യു സാബു സാർ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ പരിമിതമായ സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നാലെയുള്ള സെഷനിൽ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സാബു സാർ. ഓക്കെ സാർ, താങ്ക് യു. നമ്മളെ അനീഷ് സാറ് ഒരു എനിയാഗ്രാമിൻ്റെ ഒരു ക്ലാസ്, ഒരു 5 days ക്ലാസ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ രണ്ടിനും കൂടെ ചേർന്ന് വയ്ക്കുന്നുണ്ട്. നവംബർ 23 മുതൽ 27 വരെ 5 ദിവസമാണ്. അതിൻ്റെ ഫീസ് വളരെ രസകരമായൊരു ഫീസാണ്. എനിക്കറിയത്തില്ല അനീഷ് സാർ എന്താ ഇങ്ങനെ ഫീസ് വെച്ചതെന്ന് ഞാൻ ആലോചിക്കുക. 5 days ഒരു ട്രെയിനിങ്ങിന് വേണ്ടി സാർ വെച്ചിരിക്കുന്നത് 249 റുപ്പീസാണ്. എനിയാഗ്രാമിൻ്റെ പ്രത്യേകതകൾ ഒരുപക്ഷെ കുറച്ചെങ്കിലും പേർക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കും. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ ആ വ്യക്തിത്വത്തെ കൃത്യമായിട്ടൊന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറാൻ സഹായിച്ചാൽ തീർച്ചയായിട്ടും അത് മുന്നോട്ടുള്ള യാത്രയിൽ വളരെ പ്രയോജനകരമാണ്. അത് ഏത് രീതിയിലാണ്, നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ സോഷ്യൽ സർക്കിളിലാണെങ്കിലും നമ്മുടെ പ്രൊഫഷണൽ സർക്കിളിലാണെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള തലങ്ങളിലുമൊക്കെ ചുറ്റുപാടുകളുടെ സ്പന്ദനങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രയോജനകരമാണ്. അപ്പോൾ നമ്മളെല്ലാ സൈക്കോളജിക്കൽ ടൂൾസും ഇതിനൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വത്തെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി തരാൻ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടൂളാണ്. സിമ്പിൾ എന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ അനിസാർ തന്നെ പറഞ്ഞു, ഒരാളുടെ വ്യക്തിത്വം കണ്ടുപിടിക്കണമെങ്കിൽ ഇടത്തുള്ള 2 പേരെ കണ്ടുപിടിക്കണം, പിന്നെ അതിൽ നിന്ന് പോകുന്ന ആരോകളെ കണ്ടുപിടിക്കണം, ഏത് ഗ്രൂപ്പിലാണെന്നറിയാം, അല്ലേ? ചില വ്യക്തികൾ എന്ന് പറയുന്നത് ശരീരവുമായിട്ട് റിലേറ്റ് ചെയ്ത് ജീവിക്കുന്നവരാണ്. ശാരീരികമായിട്ടുള്ള തലങ്ങളെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. ചില വ്യക്തികൾ ഹൃദയപൂർവ്വമാണ്, ഇമോഷൻസിന് വളരെ പ്രാധാന്യമുള്ളവരാണ്. ചിലവര് കോഗ്നിറ്റീവാണ്, ബുദ്ധിതലമായ തലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളാണ്, സവിശേഷമായ വ്യക്തിത്വമുള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. അപ്പം ഇവരിലുള്ള ആ കണ്ടന്റ് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ അതിനേക്കാളും വ്യക്തമായിട്ട് നമ്മളിലുള്ള ആ ഇൻടേക്ക് എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം ഇതാണ് എനിയാഗ്രാമിൻ്റെ നമുക്ക് നൽകുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് എനിയാഗ്രാം പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കമൻസ് ജസ്റ്റ് ഒന്ന് പറയും.
ഇനിയാഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഓൾറെഡി ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം. 1 hour ആണോ സാറേ എല്ലാ ദിവസവും? അനീഷ് സാർ ഒന്ന് പറയൂ. സമയം ചോദിച്ചു. സമയം എല്ലാ ദിവസവും ഓരോ മണിക്കൂർ വീതമാണ്. 8 മണി മുതൽ 9 മണി വരെയാണ്. 9 മണി വരെ നമ്മൾ കൃത്യപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ക്ലാസ് എപ്പോൾ അവസാനിക്കും, എന്തായാലും 1 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ പിന്നെ ടൈപ്പ് ഏതാണെന്ന് കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിരിക്കും. അതെല്ലാം നിങ്ങൾ വീട്ടിലിരുന്ന് കണ്ടെത്തണം. അതിനുശേഷം 5 മണിക്കൂറാണ്. നമ്മൾ 5 ദിവസമായിട്ട് ഓരോരോ മണിക്കൂർ. എന്നിട്ട് ഒരു പിന്നെ നമ്മുടെ ഒരു ഫോളോ അപ്പ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. ആ ഫോളോ അപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ നമുക്ക് ശരിയാം. അതൊരു 30 days വരേക്കും നമ്മൾ 30 days വരെ അല്ല, നമ്മൾ ആ ഒരു ഗ്രൂപ്പിലായിരിക്കുമല്ലോ. ആ ഗ്രൂപ്പിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ച എല്ലാ നിങ്ങളുടെ ഡൗട്ടുകളും ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. 5 days കഴിഞ്ഞ് സാറ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ലൈവ് ആയിരിക്കും. ഗ്രൂപ്പിൽ ലൈവ് ആയിരിക്കും. 5 days കൊണ്ടൊന്നും എനിയാഗ്രാം പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മാക്സിമം പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് പഠിക്കാം. പിന്നെ അതിനുശേഷം നമ്മളുടെ ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടത്താം. ഒക്കെ നമുക്ക് അതിനൊന്നും യാതൊരു ഇതില്ല. ഈ നമുക്കുള്ള നോളജുകൾ ഷെയർ ചെയ്യപ്പെടുമ്പോഴാണല്ലോ നമ്മൾക്ക് കൂടുതൽ നമ്മൾ എന്താ പറയുക തിളക്കം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് 5 മണിക്കൂർ കൊണ്ടൊന്നും എനിയാഗ്രാം പഠിച്ചു തീരാൻ പറ്റില്ല. ഓക്കെ. റോയ് സാർ എനിക്ക് തോന്നുന്നു എനിയാഗ്രാം ഒക്കെ പഠിച്ചതാണ്. ഒരു കമന്റ് പറയും സാർ. ഇന്നത്തെ ഈ ക്ലാസ് വളരെ ചെറുതായിരുന്നു എങ്കിലും ഈ എനിയാഗ്രാം എന്ന് പറയുന്ന ആ വലിയ ഒരു സംഭവം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു അനീഷ് സാർ ഇന്ന് നടത്തിയത്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് തന്നെ ഇത് ഒന്ന് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ഗ്രഹിക്കാനുള്ള ഒരു ആഗ്രഹം തന്നെ ഉണ്ടാകുന്ന രൂപത്തിലാണ് സാർ പ്രസന്റ് ചെയ്തത്. അതായത് 9 എനിയാഗ്രാം എന്താണെന്നും അത് 9 പേഴ്സണാലിറ്റീസ് ഉണ്ടെന്നും അതിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് അത്രയും ഭാഗങ്ങളൊക്കെ തറവായി പോകുന്നത്. അപ്പം ഞാനിത് മനസ്സിലാക്കിയിരുന്നുകൊണ്ടാണ് എന്തായാലും വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത് സാറിൻ്റെ പ്രസൻറ്റേഷൻ. അതുപോലെ തന്നെ ഓരോ പേഴ്സണാലിറ്റിയും, അതായത് ഓരോ എനിയോഗ്രാമും അതിൻ്റെ വിങ്സ് ഇതൊക്കെ തിരിച്ച് മനസ്സിലാക്കണമെന്ന് ഉദാഹരണം സഹിതം അനീഷ് സാർ പറഞ്ഞു. അതായത് 8 എന്ന് പറയുന്ന എനിയോഗ്രാമില് വിങ്സ് ഉണ്ട്. അത് 7ഉം ഈ പറഞ്ഞ 9ഉം ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ കാരണം ഇത് മനസ്സിലാക്കാനുള്ള എല്ലാ വേലകളും വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇത് എല്ലാം കൂടെ വരുമ്പോൾ ഇതാണ് ഓർമ്മയിൽ നിൽക്കുമെന്നുള്ളതേ ഉള്ളൂ വിഷയം. അപ്പോൾ ഓരോന്നും തറവായിട്ട് പോവുകയാണ് എങ്കിൽ നല്ലൊരു ഇതായിട്ട് തോന്നുന്ന രീതിയിലാണ് സാർ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ സാർ. ഈ എനിയാഗ്രാം ഉപയോഗിച്ച് മറ്റുള്ളവരെ നന്നാക്കാനല്ല, മനസ്സിലായി. നമ്മളുടെ ഇതെങ്കിലും ഒന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈസി ആയിട്ട്. അതെ അതാണ് അത് തന്നെയാണ് സാറേ. മറ്റുള്ളവരെ മനസ്സിലാക്കാനും നമ്മളെ മനസ്സിലാക്കുന്നതും ഒപ്പം തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾക്ക് അവരോട് ഇടപഴകാൻ പറ്റും. കൃത്യമായിട്ട് അയാൾ എന്താണെന്ന് മനസ്സിലാക്കി അത്തരത്തിൽ നമുക്ക് ഇടപഴകാൻ പറ്റും. അപ്പൊ നമുക്കിടയിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിൽക്കും. റിലേഷൻഷിപ്പുകള് എന്താ പറയാ ഒരു കൊളാപ്സ് ആവാതെ നമുക്ക് പിന്നെ സുതാര്യമായ രീതിയിൽ അവരോട് ഇടപഴകാനും നല്ല ഊഷ്മളമായ ഒരു ബന്ധം നിലനിർത്താനും പറ്റും. അതാണ് അതിനകത്ത് ഉദ്ദേശം. ഈ കുടുംബ ബന്ധങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് വ്യക്തിത്വ ബന്ധം. അത് പ്രത്യേകിച്ച് പ്രൊഫഷണൽ ലൈഫിൽ. അപ്പം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, കുടുംബ ബന്ധങ്ങൾ പോലും ഒരു സെയിൽസ് ആണ് അല്ലേ, ഒരു മാനേജ്മെന്റ് ടെക്നിക്കാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ വ്യക്തിത്വത്തെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ വയ്ക്കാൻ, നമുക്ക് നമ്മളെ തന്നെ തിരുത്താൻ, നമ്മളിലുള്ള കുറവുകളെ മനസ്സിലാക്കാൻ, നമ്മൾ ഏത് വിങ്സിലേക്കാണ് നമ്മുടെ ചായ്വെന്ന് തിരിച്ചറിയാൻ, ഇങ്ങനെയുള്ള ഒത്തിരിയും സാഹചര്യങ്ങൾ. വളരെ രസകരമായൊരു പഠനമാണ്. ഓക്കെ, ദെൻ വേറെ ആർക്കാണ് അറിയാവുന്നത്? അമർജ്യോതി മാം പഠിച്ച, രമാവതി മാം പഠിച്ചിട്ടുണ്ടോ? പണ്ട് സാബു സാറിന്റെ ഓർമ്മയില് അന്നൊക്കെ നന്നായി മനസ്സിലായിരുന്നു. ഇതില് 9 ടൈപ്പ്, റീഫോർമർ, ഹെൽപ്പർ,
പെർഫോമർ അല്ലേ, റൊമാൻറ്റിക്, മമ്മൂട്ടിനൊക്കെ സാറ് പറഞ്ഞ നല്ല ഓർമ്മയുണ്ട്. ഇൻവെസ്റ്റിഗേറ്റർ, പിന്നെന്താണ്, ലോയലിസ്റ്റ്, പേരൊക്കെ അറിയാം. എന്തൂസിയാസ്റ്റിക്, ചാലഞ്ചർ, പീസ് മേക്കർ. ഈ 9 പേര് ഇപ്പോഴും അയ്യോ പോയ മനസ്സിൽ ഓർമ്മയുണ്ട്. പിന്നെ സാറ് ഈ ഓരോ വിങ്സിലോട്ടും കണക്ട് ചെയ്യുന്നതും എയർ ഇടുന്നതൊക്കെ വല്ലാണ്ട് പറയാൻ കിട്ടില്ല, കുറച്ചൊക്കെ അറിയാം. സാറിന്റെ എന്നെഗ്രാം ക്ലാസ്സിൽ 2 തവണ ഇരുന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായിട്ട് നമുക്ക് സ്വയം ഒരു തിരിച്ചറിവ് കറക്റ്റായിട്ട് അറിയും. അത് വലിയൊരു ഉപകാരമാണ്. നമ്മളെ ഫോൾട്ടും അറിയും, മെച്ചങ്ങളും അറിയാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് സത്യമാണ്. അതുപോലെ നമുക്ക് ഇന്റർ റിലേഷൻഷിപ്പ് എങ്ങനെ കണക്ട് ചെയ്യാം, ഓരോരുത്തർ വീക്ക്നെസ്സും അവര് നമ്മള് ഗുണവും കൂടി കണ്ടിട്ട് അവരിതെല്ലാം കൂടി ചേർന്നതാണ് ഇയാള് ഇതെല്ലാം പിന്നെ ഇയാൾ ഇല്ലല്ലോ എന്നൊരു അക്സെപ്റ്റൻസ് ആവുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് പോകും അക്സെപ്റ്റൻസിന്ന്. അതുപോലെ നമുക്ക് വലിയൊരു ബഹളം ഇല്ലാതെ ഡീൽ ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷെ എന്നെഗ്രാമിനെ കുറിച്ച് ക്ലാസ് എടുക്കാനുള്ളവരായിട്ടില്ല. ഇന്ത്യൻ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അന്നത്തെ എക്സാമ്പിളൊക്കെ മനസ്സിലുണ്ട്. താങ്ക് യു സാർ. മൃജതി മാം പറഞ്ഞോളൂ. യെസ് സർ, എനിക്ക് വളരെ താല്പര്യം തോന്നുന്നുണ്ട്. കാരണം ഞാൻ എന്റെ ഇതിലേ വന്നിട്ടില്ല ഇങ്ങനെ ഒരു ടോപ്പിക്. ഈ സംഭവങ്ങളൊക്കെ സാറ് പറഞ്ഞ 9 കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടെന്നല്ലാണ്ട് ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. എന്തായാലും ഐ എം സോ എൻതൂസിയാസ്റ്റിക്. ഐ വാണ്ട് ടു ലേൺ ഇറ്റ്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, വെൽക്കം 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 വെൽക്കം. രമാവതി മാം ലോയലിസ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. സാറേ ഞാൻ പഠിച്ചിട്ടില്ല സാറേ. ഇപ്പൊ ലോയലിസ്റ്റ് എന്നൊക്കെ ഇടയ്ക്ക് വാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു. അതന്നെ പഠിച്ചിട്ടില്ല. പക്ഷെ അല്ല, അത് ആ ചിത്രത്തിൽ കണ്ടിട്ട് ഞാൻ കണ്ടിട്ട് പറഞ്ഞു, പറഞ്ഞത് അതപ്പോ വിട്ടുപോയതായിട്ട് സൂചിപ്പിച്ചു. വിട്ടുപോയതായിട്ട് പറഞ്ഞു. പിന്നെ എനിക്കിത് നല്ല ഇൻട്രസ്റ്റ് തോന്നി. എന്താ പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഏറ്റവും വേണ്ടുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മള് ഈ സാറ് പറഞ്ഞ പോലെ ലൈഫില് പല പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് തമ്മിൽ ഇങ്ങനെ അറിയാത്തോണ്ടാണ്, അകൽച്ചയുള്ളതുകൊണ്ടാണ്. അപ്പൊ അതിന് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് തക്ക സമയത്ത് മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കാനും, അവരെ മനസ്സിലാക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാനും. കാരണം അതിന് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അത് ഞാൻ എനിഗ്രാം പഠിച്ചോണ്ടല്ല, എൻ്റെ ഒരു സുഹൃത്ത് മുമ്പ് പറഞ്ഞിരുന്നു. അവരെ വീടിന്റെ അടുത്തുണ്ടായ ഒരു സംഭവം. കാരണം പുട്ടുണ്ടാക്കിയിട്ട് അമ്മാച്ചന് കൊടുത്തിട്ടാകുമ്പോ അയാൾ ഭയങ്കര പിശുക്കനാണ്. അപ്പൊ തേങ്ങ കുറച്ച് അധികമായി പോയി എന്ന് പറഞ്ഞിട്ട് പഴക്കൂടും. അപ്പൊ അവര് കുറച്ച് പുട്ടുന്ന തേങ്ങ അവർക്ക് കൊടുക്കുമ്പോ കുറച്ച് തട്ടിയിട്ട് കൊടുക്കും. അപ്പൊ അയാള് ഹാപ്പിയാണ്. അതുപോലെ മനസ്സറിയാനും എല്ലാം ഉതകുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു സാർ. അത് സാറ് ശരിക്കും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ നല്ല രീതിയിൽ തന്നെ എടുത്തു. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. സാബു സാർ താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേറെ ആരാ ഷെയർ ചെയ്യുന്നേ? നല്ല സെഷൻ ആയിരുന്നു സാറേ. ഞാൻ പറയാൻ വിട്ടുപോയി, വളരെ മറന്നുപോയി സാറേ. താങ്ക് യു. ഓക്കെ, വേറെ ജോർജ്. സാറേ, അതായത് നമ്മള് സാറ് പറഞ്ഞല്ലോ, ഞാനും അതേസമയത്ത് മറ്റുള്ളവർ എന്നെ കുറിച്ച് ധരിക്കുന്ന ഞാനും അതിൽ വ്യത്യാസം ഇല്ലാണ്ടിരിക്കുക, അതല്ല ശരിക്കും ഇതിന്റെ ഉദ്ദേശം. എക്സാക്ട്ലി, യൂസ്ഡ് ഇറ്റ്. അതാണ് പറഞ്ഞത് സമുദ്ധാരണം. നമ്മളിപ്പോ വിവേകാനന്ദനെ പറ്റി പറയുന്നു. വിവേകാനന്ദനെ പറ്റി പറഞ്ഞാൽ വിവേകാനന്ദൻ എന്താണ്, അല്ലെ മദർ തെരേസ എന്താണ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഇനി മദർ തെരേസ റൂമിനുള്ളിലായിരിക്കുന്ന സമയത്ത് എന്താണെന്നോ, മദർ തെരേസ നമ്മുടെ മുന്നിൽ അഭിനയിക്കല്ല, അവർ നമ്മുടെ മുന്നിൽ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓപ്പണായിട്ട് എന്താണ് അവരത്രയും ഉള്ളൂ, അവരുടെ എക്സ്ട്രീം എന്താണെന്ന് അവർ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്. അവിടെ ഒരു അഭിനയമില്ല, ഒന്നുമില്ല, നത്തിങ്. അപ്പോ ഇതാണ് പറയുന്നത് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, സമുദ്ധാരണം. ആ സമുദ്ധാരണം സംഭവിക്കുന്നത് നമ്മൾ കൃത്യമായി നമ്മളുടെ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. എന്തൊക്കെ കുറവുകൾ നമുക്കുണ്ട്, കുറവുകളെയൊക്കെ നമ്മൾ എപ്പോ നിറവുകളാക്കി കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ സമുദ്ധാരണം സംഭവിക്കുന്നത്. അതിനൊരു കൃത്യമായൊരു സാധനയിലൂടെ മാത്രമേ സംഭവിക്കൂ. ഓക്കെ, ചെറിയ 2 ചോദ്യങ്ങൾ ചോദിക്കാണ്ട്.
ഒന്ന് സാറ് കോഴിക്കോട് ജില്ലയിലാണോ? രണ്ടാമത്തത് ഇനിയ എന്നുള്ള വാക്കിന് 9 എന്നുള്ള അക്കം ഉണ്ട്, അതുകൊണ്ടാണോ 249 ഫീസ് 5 ദിവസത്തേക്ക്? അല്ല, അതിനെപ്പറ്റി പറയാൻ വേറെ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാല് ഞാൻ ഇത് കുറെ നാളായിട്ട് പിന്നെ പലയിടത്തും ക്ലാസ് ഓഫ്ലൈൻ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ നാളായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഒന്നും ഇങ്ങനെ ചെയ്യാതിരിക്കുകയാണ്. അപ്പോ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, പിന്നെ അടുത്ത് തന്നെ ഒരു ഓൺലൈൻ ക്ലാസ് വരുന്നുണ്ട്, എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുക്കാം. അപ്പോ പിന്നെ ഞങ്ങൾ ഫീസൊന്നും തരില്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടി ഫ്രീ ആയിട്ട് എടുത്തു തരണമെന്ന്. ഞാൻ പറയണ എന്താ പ്രശ്നമൊന്നുമില്ല, ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തു. ക്ലാസ് എല്ലാം ആലോചിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, സാറേ അത് ഞങ്ങൾ കുറച്ച് ഫീസ് വാങ്ങും, സാറിന് ചെറിയൊരു എമൗണ്ട് തരാമെന്നൊക്കെ പറയും. സത്യസന്ധമായ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നതിന് എനിക്കൊരു ഇതുമില്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കോഴ്സ് എന്തായാലും ചെയ്യുന്നുണ്ട്, നിങ്ങൾ വലിയ ഫീസൊന്നും ആരുടെ ഒന്നും വാങ്ങണ്ട, എനിക്ക് ചെറിയൊരു ഫീസിലും ഞാനത് ചെയ്യാം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫീസ് ഇട്ടത്. അല്ലാണ്ട് ഈ 9 എന്ന് പറയുന്ന സാധനം അങ്ങനെയാണെങ്കിൽ മാഡം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 2, 4, 6, 6, 9 വരുമ്പോഴത്തേക്ക് 15, 15, 5, 1, 6, അപ്പോഴും 9 ആവുന്നില്ല. ഒരു ന്യൂമറിക്കൽ അതൊക്കെ വെറും സാധനമല്ല. തമാശ പറഞ്ഞല്ലേ സാറ്? അല്ല, കൊല്ലം തമാശ പറഞ്ഞല്ല, ഞാനും കൊല്ലംകാരനാണ്. അത് തന്നെയാണ്. പിന്നെ എന്റെ സ്വദേശം കോഴിക്കോടല്ല, ഞാൻ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. പിന്നെ ഇനി സ്ലാങ് വെച്ച് വല്ലതും അങ്ങനെ പിടിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിവിധ ജില്ലയിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകുന്നല്ലേ, അപ്പൊ ഈ സ്ലാങ് ഒക്കെ ഇങ്ങനെ കടന്നുകൂടും. ഓക്കെ, ജോർജ് പറയും. പിന്നെ സാർ ഒരു സംശയം, ഇതല്ലേ ശരിക്കും സെൽഫ് ഡിസിപ്ലിൻഡ് ആയ ഒരാൾക്ക് വളരെ നല്ല പേഴ്സണാലിറ്റി ആയിരിക്കില്ലേ? നോ, നെവർ. എങ്ങനെ പറയാൻ പറ്റും? സെൽഫ് ഡിസിപ്ലിൻഡ് ആയ ഒരാള് അയാള് ഒറ്റയ്ക്കാവുന്നവരും ആൾക്കാരുടെ മുമ്പിലും ഒക്കെ ഒരേമാതിരിയാണല്ലോ പെരുമാറുന്നത്. ഒരിക്കലും അല്ല. എങ്ങനെ അങ്ങനെ പറയാൻ പറയും, പറ്റും? മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നും കൂടെ നമുക്ക് ഇവിടെ ചിന്തിക്കാം. അവിടെയാണ് മാഡം ചോദിച്ചു, അദ്ദേഹം സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. പക്ഷെ അയാളുടെ ഭാര്യയും മക്കളും അയാളുടെ ടൈപ്പ് അല്ല. അപ്പൊ അവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് ഇദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യമൊക്കെയാണ്. ആ സമുദ്ധാരണം സംഭവിച്ചാൽ മാത്രമേ ആ മനസ്സുണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ നമ്മുടെ ഒപ്പമുള്ളവരെ അംഗീകരിക്കാനും അവരെ കേൾക്കാനും അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവരെ കൺസിഡർ ചെയ്യാനും ഒക്കെയുള്ള മനസ്സുണ്ടാവണം. ഞാൻ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഞാൻ എൻ്റെ ഷൂ ഊരി കൃത്യമായിട്ട് വെക്കും. എൻ്റെ മകൻ അങ്ങനെ ഇടണമെന്നില്ല. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ മകൻ അങ്ങനെ ആവണമെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർന്നു. അവിടെയല്ലേ നമുക്ക് ഈ മദർ തെരേസയുടെ മുമ്പിൽ വരുന്ന ആളുകളെ മുഴുവൻ മദർ തെരേസ അംഗീകരിക്കുന്നുണ്ട്, അവരെ കേൾക്കുന്നുണ്ട്, അവരെ പുണരുന്നുണ്ട്, അവരെ ആശ്ലേഷിപ്പിക്കുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന ആൾ ആരാണെന്ന് നോക്കുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹരിക്കും. അയാൾ മുമ്പ് എന്തായിരുന്നോ, കൊലപാതകിയായിരുന്നോ, കള്ളനായിരുന്നോ, ഒന്നും നോക്കുന്നില്ല. ആ സമയത്ത് മുന്നിൽ വരുന്നു, അയാളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, അതിനു വേണ്ട പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നു. അത് എൻലൈറ്റ്മെന്റ് ഉണ്ടാവണം. അതാണ് ഈ പറഞ്ഞത്, സമുദ്ധാരണം സംഭവിക്കണം. അതൊക്കെ നമുക്കുണ്ടാവും. പണ്ട് ഞാൻ പറയാം, ഞാൻ ഈ സൈക്കോളജിയൊക്കെ പഠിക്കുന്നതിന് മുമ്പ് റോഡിൽ യാത്ര ചെയ്യുമ്പോൾ ഓപ്പോസിറ്റോ വരുന്ന വാഹനങ്ങളോ എന്റെ സൈഡിൽ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ വണ്ടി ബ്ലോക്ക് ആക്കിയിട്ടൊക്കെ അവരെ ചീത്ത പറയുക, അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ന് ഞാൻ സൈക്കോളജി പഠിച്ചു, അപ്പം മുതല് ഞാൻ ആ പരിപാടി നിർത്തി. ആരെന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ അവരങ്ങനെയാണ്. പട്ടി കടിക്കും, ഡെഫിനറ്റ്ലി അത് നമ്മളെ ബൈറ്റ് ചെയ്തിരിക്കും. അത് മനസ്സിലായിക്കൊണ്ട് നമ്മൾ പോകും. ഓക്കെ, താങ്ക് യു. പിന്നെ സാറേ, സ്പിരിച്വാലിറ്റി, അതായത് സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ള ആൾക്കാർ അങ്ങനെയല്ലേ ബിഹേവ് ചെയ്യുന്നത്? മാഡം, ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവരുടെ ഒരു മുഖം മൂടി മാത്രമാണ് ചിലപ്പോൾ സ്പിരിച്വാലിറ്റി. ഞാൻ പറഞ്ഞില്ലേ, മുഖം മൂടി, നമ്മൾ ഒരുപാട് മുഖം മൂടി അണിയുന്നുണ്ട്. സാറേ, സ്പിരിച്വാലിറ്റി ഐ മീൻ ദൈവവിശ്വാസം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
അല്ലല്ല, ദൈവവിശ്വാസമല്ല ഒരിക്കലും. ഞാൻ സ്പിരിച്വാലിറ്റി ദൈവവിശ്വാസം എന്ന് ആര് പറഞ്ഞു? അല്ല, ഞാൻ പറയാ ആ രീതി പറയാം. അതായത് സ്പിരിച്വലി ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരാള് വളരെ ഹംബിൾ ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും, അവര് മറ്റുള്ളവരെ മനസ്സിലാക്കും, അതൊക്കെയല്ലേ പറയുന്നത്. കറക്റ്റ്. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ മാഡം പറഞ്ഞ ആ കാറ്റഗറിയിലുള്ള ആള് എല്ലാവരിലും ഈ എൻലൈറ്റ്മെന്റ് ഉണ്ടാവില്ല. അതുണ്ടായ ആൾക്കാര് അങ്ങനെ പെരുമാറും, അവരങ്ങനെ ഇടപഴകുള്ളൂ. അവരുടെ മുന്നിൽ ഒരാള് അവരെ പ്രകോപിപ്പിച്ചാലോ അവരെ തെറി പറഞ്ഞാലോ ഒക്കെ അവർ ക്ഷമയോടെ ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് അവർ പോവും. എല്ലാരും അങ്ങനെയല്ല. ഈ പറഞ്ഞ സന്യാസ ദൈവത്തെ ആയിരിക്കുന്നല്ല. പലരും ഇപ്പൊ നമ്മുടെ മുന്നിൽ എത്രയോ കപട സന്യാസിമാരെ നമ്മൾ കാണുന്നു. ദൈവത്തെ ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരാരെങ്കിലും ഇത് ചെയ്യുമോ? ദൈവത്തിൽ നിന്ന് ശിക്ഷ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ല. പിന്നെ ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റി ഒരിക്കലും ദൈവമായിട്ട് കണക്റ്റഡ് അല്ല. സ്പിരിച്വാലിറ്റി ഒരിക്കലും ദൈവമായിട്ട് കണക്റ്റഡ് അല്ല. അല്ല, പക്ഷെ സാധാരണ നമ്മൾ സ്പിരിച്വലി ഹൈലൈറ്റ് എന്ന് പറഞ്ഞ പെട്ടെന്ന് ആൾക്കാർ അങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നത്. അതാണ് നമ്മളുടെ ധാരണ പിശകളാണ്. നമ്മൾ അഴിച്ചു വെക്കേണ്ടതായ, എറിഞ്ഞുടക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. എനിക്കാണ് അമർജ്യോതി മാം ജോർജ് അച്ഛനെ കുറിച്ചാ പറഞ്ഞതെന്ന് തോന്നുന്നു. ജോർജ് അച്ഛൻ പറയൂ. അത് കൊള്ളാം, നല്ല കാര്യം. ഞാനിങ്ങനെ കുറച്ചു നേരം നോക്കിയിരിക്കുവായിരുന്നു, ആരെങ്കിലും ഒന്ന് നിർത്തുവാണെങ്കിൽ ഒന്ന് പറയാവുന്ന കൊണ്ടേ. കൃത്യമായിട്ട് അവസരം വരാല്ലേ? അത് തന്നെ. എന്തായാലും സാറിൻ്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. നമ്മുടെ റോയ് സാർ പറഞ്ഞതുപോലെ ഈ ആദ്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ്, വളരെ ലഘുവായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ എനിക്കൊരു സംശയമുള്ളത് ഇതാണ്. സാർ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. കേൾക്കുന്നുണ്ട് സാർ. 4 വികാരങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ 1 നെഗറ്റീവും പിന്നെ ഒരു പോസിറ്റീവും 3 നെഗറ്റീവും ആണെന്ന് പറഞ്ഞു. അത് കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി 4 അടിസ്ഥാന വികാരങ്ങളാണ് മനുഷ്യനുള്ളതായി പറയപ്പെടുന്നത്. ഒന്ന് ദേഷ്യം, മറ്റൊന്ന് സങ്കടം, പിന്നെ ഈ പറഞ്ഞ എന്താ പറയാ പോസിറ്റീവായിട്ടുള്ള പിന്നെ സന്തോഷം, മറ്റൊന്ന് ഭയം. ദേഷ്യവും സങ്കടവും ഭയവുമാണ് ഇതിനകത്ത് നെഗറ്റീവിൽ വരുന്നത്. പറഞ്ഞ സന്തോഷം മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. ഈ പോസിറ്റീവ് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയാം. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് എന്റെ സുഹൃത്ത്, എന്റെ റൂംമേറ്റ് 11 തവണ അവിടുത്തെ ടെസ്റ്റ് ലൈസൻസിന്, വണ്ടിയുടെ ലൈസൻസിന് വേണ്ടിയിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. ഏകദേശം അവന്റെ ഒരു വലിയ സമ്പാദ്യം തന്നെ അതിനു വേണ്ടി അവർ ചെലവഴിച്ചു. ദുബായിലൊക്കെ ഉണ്ടായിരുന്നവർക്കും അല്ലെ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ അറിയാം, അവിടുത്തെ ടെസ്റ്റ് നമ്മുടെ ഇവിടുത്തെ പോലെയല്ല. ഇവിടെ 10,000 രൂപ എന്ന് പറഞ്ഞാൽ 10,000 രൂപ ആകുമ്പോൾ ലൈസൻസ് കിട്ടും. അവിടെ അങ്ങനെയല്ല, കൃത്യമായ വണ്ടി ഓടിച്ചു കാണിക്കും. ഈ 11 തവണ കഴിഞ്ഞ് 12ാമത്തെ തവണ അവൻ പോകണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ അവനെ നിർബന്ധിച്ച് പറഞ്ഞിട്ടു, നീ എന്തായാലും ഇത്രയും പൈസ ചെലവാക്കി, നീ ഒരു തവണ കൂടെ പോ എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ലോൺ എടുത്തിട്ടാണ് അടുത്തൊരു ഫീസ് അടച്ചു പോയി. പിന്നെ ഞാനാണ് അവനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തതും. എന്നിട്ട് ഞാൻ തിരിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ കോള് വരികയാണ് എനിക്ക്. ഞാൻ വിചാരിച്ചു പൊട്ടി. അവൻ പറയുന്ന അളിയ പൊട്ടി എന്നാണ് പറയുന്നത്, കിട്ടിയില്ലെങ്കിൽ. അപ്പൊ പൊട്ടി എന്ന് പറയാനാണ്. ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് വീണ്ടും പൊട്ടിയോ എന്നാണ് അവനോട് ചോദിച്ചത്. അവൻ പറഞ്ഞ് കിട്ടി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കേട്ടത് ഇട്ടായതുകൊണ്ട് ഞാൻ കേട്ടത് പൊട്ടി എന്നാണ്. ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചു, പൊട്ടിയോടോ ചോദിച്ചു. ചീത്ത വിളിക്കല്ലേ എന്നെ, ഞാനാ നിർബന്ധിച്ചു. പക്ഷെ അവൻ എന്നോട് പറഞ്ഞ ആളെ കിട്ടി. പക്ഷെ ഇപ്പം വണ്ടി നന്നായിട്ട് ഓടിച്ചത് കൊണ്ടല്ല അവന് കിട്ടിയത്. ആ ടെസ്റ്റ് ഇൻസ്ട്രക്ടർ വണ്ടി കയറി ഇവനോട് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു. ഇവൻ വണ്ടി സ്റ്റാർട്ടാക്കി. ആക്ച്വലി സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് അവൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മിറർ നോക്കണം, ബെൽറ്റ് ഇടണം, സീറ്റ് അവന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ അവൻ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോ അദ്ദേഹത്തിന് ഒരു കോള് വരുന്നു. ആർക്ക്? അവന് ടെസ്റ്റ് പിന്നെ ഇൻവിജിലേറ്റർ പിന്നെ ഒരു കോള് വരുന്നു. പുള്ളി അറബിയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഓക്കെ യു ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ പേപ്പർ വാങ്ങിച്ചിട്ട് ഒരു ടിക്കറ്റ് കൊടുത്ത് ഒരു ഇത് ഇട്ട് കൊടുത്തിട്ട് അവൻ അറബി അറിയില്ല. അവൻ മേടിച്ചോണ്ട് പുറത്തിറങ്ങി. അയാൾ തിരിച്ചു വിളിച്ചിട്ട് പിന്നെ പറഞ്ഞത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, നീ പോയിട്ട് വണ്ടി നന്നായി ഓടിച്ചു പഠിച്ചതിന് ശേഷം മാത്രമേ വണ്ടിയും എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാവൂ. അപ്പൊ അവന് മനസ്സിലായി അത് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അവൻ ചോദിച്ചപ്പോ പറഞ്ഞു, നിനക്ക് ഞാൻ ലൈസൻസ് തന്നിരിക്കുന്നു.
അപ്പൊ അവൻ ചോദിച്ചു വണ്ടി ഓടിച്ചില്ലല്ലോ ചോദിച്ചു. പറഞ്ഞു എന്റെ ഭാര്യ പ്രസവിച്ചു, എന്റെ ഭാര്യ പ്രസവിച്ചു എന്ന് പറയാൻ എനിക്ക് കോള് വന്നു, എനിക്ക് അങ്ങോട്ട് പോകണം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വണ്ടി ഓടിപ്പിക്കായിരുന്നത്, നീ നല്ലൊരു നിമിത്തമാണെന്ന് തോന്നി പിന്നെ ഞാൻ തന്നേണ്. സോ എനിക്ക് ലീവ് ആവണം, എനിക്ക് പോയേ പറ്റൂ, എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയേ പറ്റൂ, നിനക്ക് ഞാൻ അതൊന്ന് ലൈസൻസ്. അപ്പോൾ ഈ പറഞ്ഞ സന്തോഷം എന്ന് പറയുന്ന വികാരം, പെട്ടെന്ന് ആ ഫോൺ റിങ് ചെയ്തിട്ട് അയാളുടെ ഫാമിലി മെമ്പർ അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ ആ കോൾ എടുക്കില്ലായിരുന്നു. അപ്പൊ ഈ സന്തോഷം എന്ന് പറയുന്ന വികാരം വന്നപ്പോ മറ്റേവനോട് തോന്നിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആണ് ആക്ച്വലി അവൻ കീ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതാണ് സന്തോഷം തോന്നിയപ്പോ ബാക്കിയെല്ലാം മറച്ചു. നമ്മളൊരാളെ തല്ലാൻ കാത്തിരിക്കുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബമ്പർ ലോട്ടറി അടിച്ചു എന്ന് ആരെങ്കിലും ലോട്ടറി കച്ചവടക്കാരൻ നമ്മളെ തൊട്ടടുത്ത് വന്ന് പറയും, സാറിന് ബമ്പർ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബമ്പറിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ മറ്റേവനെ തല്ലാൻ പോകും എന്ന് പറയുന്നേ ഉള്ളൂ സാറേ. ഇത് ഇത്രേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് ഇതാണ്. പ്രത്യേകിച്ച് ഈ 4 വികാരങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഈ 4 വികാരങ്ങളിൽ അതിൻ്റെ അകത്ത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം അത് എൻ്റെ പേഴ്സണൽ വ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരു കാര്യമായിരിക്കും. ഇപ്പം നമ്മളെ ഇതിൽ ഏത് വികാരം എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ അകത്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്നല്ല, ഇത് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അനുസരിച്ചായിരിക്കും ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആകുന്നത്. ഉദാഹരണത്തിന് അതായത് നമ്മളിപ്പം ദേഷ്യം, നമുക്കൊരു സ്പോർട്സ്മാൻ്റെ ഒരു ലെവലിലാണെങ്കിൽ എത്രയോ ശരിക്കും ദേഷ്യം വന്നിട്ട് ആ എനർജി വെച്ച് ഓടാനായിട്ട് ശ്രമിക്കുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വികാരമാണെന്ന് എനിക്ക് തോന്നുന്നത്. സാറേ സാറ് പറഞ്ഞ ആ കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആണെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന വികാരം ഉണ്ടാവാൻ പാടില്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നമ്മൾ എതിരാളികളെ നമ്മുടെ എതിരാളികളെ ആവാവുള്ളൂ, അല്ലാണ്ട് അവരെ ഒരിക്കലും നമ്മളുടെ എനിമീസ് ആയിട്ട് കാണരുത്. എതിരാളികളോട് നമുക്ക് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല, എനിമീസിനോടാണ് നമുക്ക് ദേഷ്യം ഉണ്ടാവേണ്ടത്. ഇപ്പൊ പിന്നെ നമ്മളിപ്പോ ആക്ച്വലി ഓടാൻ നിൽക്കുകയാണ്, മുമ്പ് നമ്മളെ തോൽപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. അവരോട് തോന്നേണ്ട വികാരം ഒരിക്കലും ദേഷ്യമല്ല, അവരെ പരാജയപ്പെടുത്താനായിട്ട് നമ്മുടെ സർവ്വ എനർജിയും എടുത്തുകൊണ്ട് നമ്മൾ അവരെ പരാജയപ്പെടുന്നു. ഒരിക്കലും ഈ എൻലൈറ്റ്മെന്റ് ആയിട്ടുള്ള സമുദ്ധാരണം സംഭവിച്ചിട്ടുള്ള ആൾക്കാർ പറയുന്നത് മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ടല്ല നമ്മൾ വിജയിക്കേണ്ടത്, അങ്ങനെ പറയുന്നുണ്ട്. അതെങ്കിൽ ഞാൻ പറയട്ടെ, നല്ല സന്തോഷം പോസിറ്റീവായിട്ടല്ലേ എടുത്തത്, പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ളൊരു പെങ്കൊച്ചിനെ ഞാൻ സ്നേഹിക്കുവാണ്. ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്. കാരണം സന്തോഷമല്ലേ, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? സാർ ആദ്യം ചോദിച്ച ഫാദർ ആണല്ലേ? അതെ. ഇപ്പോഴാണ് പുരോഹിതനെന്ന് കേട്ടത്. അപ്പൊ ഫാദർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. തെറ്റും ശരിയും എന്ന് പറയുന്ന സംഭവം ആപേക്ഷികമാണ്, സിറ്റുവേഷൻസ് അനുസരിച്ച്, ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ച്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ അതിലേക്ക് വരാം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കേരളത്തിൽ ഒരാള് അയാളുടെ പെങ്ങളുടെ മകളെ എങ്ങനെയാ കാണുന്നത്? സ്വന്തം മകളെ പോലെയല്ലേ? അല്ലേ? സ്വന്തം പെങ്ങളുടെ മകളെ കാണുന്നത് നമ്മുടെ മകളെ പോലെയാണ്. പക്ഷെ തമിഴ്നാട്ടിലോട്ട് പോയാലും പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കാം. ഇതാണ് ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ അനുസരിച്ചും കാലത്തിനും ദേശത്തിനും ഒക്കെ അനുസരിച്ച് തെറ്റും ശരിയും ഒക്കെ ആപേക്ഷിക്കുന്നു. ഇപ്പൊ ഫാദർ പറഞ്ഞ ആ കോണ്ടസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു കത്തോലിക്ക പുരോഹിതൻ കല്യാണം കഴിക്കരുത് എന്ന് ലിഖിത നിയമം ഉള്ളത് കൊണ്ട് അത് തെറ്റാണ്. പക്ഷെ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് പൗരോഹിത്യം ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഫാദറിന് അത് എടുത്തു കഴിഞ്ഞാൽ ശരിയുടെ പക്ഷത്തിലേക്ക് കൊണ്ടുവരാം. ഇത്രയും പ്രായമായില്ല, ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. പ്രായം ഒരു പ്രശ്നമാണോ? അല്ല, യാക്കോബക്കാരാണെങ്കിൽ ചെയ്യാലോ. അതിന് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന വലിയൊരു സംഭവമാണ്, കോളിളക്കം ഉണ്ടാക്കിയിരിക്കാവുന്ന ഒരു സംഭവമാണത്. ഏത് സംഭവം പോസിറ്റീവ്, നമ്മുടെ മകൾ ഗർഭിണിയായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സന്തോഷമാണോ, സങ്കടമാണോ, ദേഷ്യമാണോ, ഭയമാണോ ഒക്കെ അത്ഭുതമാണോ ഒക്കെ നമുക്ക് ഉണ്ടാകുന്നു. നമ്മളുടെ മകൾ ഗർഭിണിയായി എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത് കല്യാണം കഴിച്ച പെണ്ണാണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ വേറെ
അയലോക്കത്തെ ചേട്ടൻ്റെ കൊച്ചാണെങ്കിൽ നമുക്ക് ശരിക്കും ദുഃഖമല്ലേ വരുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് there are more conditions. യെസ്. അവിടെ കണ്ടീഷൻസ് ഉണ്ട്. എന്റെ മകൾ ഗർഭിണിയായി, അവൾ കല്യാണം കഴിച്ചിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് 3 മാസം ഗർഭമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതെങ്കിൽ സന്തോഷം. അവൾ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ആഴ്ച ഡോക്ടർ പറയുന്നു 3 മാസം ഗർഭമുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ ഭർത്താവ് തന്നെ ആണെന്നിരിക്കട്ടെ, അപ്പോഴും കണ്ടീഷൻ സെയിം ആണ്, എഫക്റ്റ് സെയിം ആണ്. സ്വന്തം ഭർത്താവിനാലാണ് ആ കുട്ടി ഗർഭിണിയായിരിക്കുന്നത്. പക്ഷെ എപ്പോഴാണ്? കല്യാണത്തിന് മുമ്പാണ്. അവിടെ പ്രശ്നമുണ്ടായി. അപ്പൊ ഇതാണ് പറഞ്ഞത്, എല്ലാത്തിനും ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. കാലത്തിനും ദേശത്തിനും ഒക്കെ അനുസരിച്ചാണ് തെറ്റും ശരിയൊക്കെ. നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ കൊല്ലാനായി വരുന്ന ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ അത് വിട്ടു ഒരു ഒറ്റ വാചകം പറഞ്ഞിരിക്കാം. ഒറ്റ വാചകം പറയാൻ ഞാനത് സാറേ അതില് ഇപ്പം ഈ പറഞ്ഞ പോലെ പള്ളിയിലച്ഛനാണെങ്കിൽ നമ്മുടെ അമ്പലത്തിലെ കാരണവര് വെളിച്ചപ്പാടെല്ലാം ഇപ്പം സാറേ ഒരു എക്സാമ്പിള്, ഒരു കാരണവര് നമ്മളെ കുടുംബത്തിലൊരു കാരണവരാകുമ്പോ സ്വർണ്ണ പ്രശ്നം ഇങ്ങനെ ആക്കിയിട്ട് കാരണം അവന് മുമ്പ് ഭയങ്കര എന്താ പറയണ്ടേ ദേഷ്യം വന്ന് എല്ലാരും പിടിച്ചടിക്കുന്നവനായിരിക്കും. പക്ഷെ ഈ കാരണവരെന്നുള്ള പദവി കിട്ടിക്കഴിയുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് പെരുമാറിയിട്ട് എല്ലാവരുടെ ഇഷ്ടമുള്ളവനായി മാറുന്നു സാറേ. അപ്പം അവിടെ അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. മാറ്റം വരുന്നതാണോ മാറ്റമുള്ളതായി അഭിനയിക്കുന്നതാണോ എന്നുള്ളതാണ് എവിടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അഭിനയമില്ലാത്ത പരിപാടി ഉണ്ടോ? പെർസോണയിലൂടെ അല്ലേ ജീവിക്കുന്നേ. അതെ അതെ, പെർസോണയിലൂടെ. ജോർജ് സാർ അൺമ്യൂട്ട് ചെയ്യും. താങ്ക് യു സാർ. വളരെ സന്തോഷം. ഒരു നിറഞ്ഞ വേദി. അച്ഛനെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ജോർജനെ കണ്ടിട്ട് കുറേ നാളുകളായി. പിന്നെ സാറേ, അനീഷ് സാറ് നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. ആകർഷകമായ ഒരു ക്ലാസ്. അത് ഞാനിങ്ങനെ ചിന്തിച്ചു, ഇൻട്രാപേഴ്സണൽ ഡെവലപ്മെൻറ്റിനും ഇൻ്റർപേഴ്സണൽ ഡെവലപ്മെൻറ്റിനും പറ്റിയ ഒരു സബ്ജക്റ്റ് എന്ന വിധത്തിൽ എനിയോഗ്രാമിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം എന്നങ്ങ് തോന്നിപ്പോയി. എന്തായാലും ഉപകാരപ്രദമാണ്, അറിയേണ്ടതാണ്, പഠിക്കേണ്ടതാണ് എന്നൊക്കെ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് തോന്നുന്നു. ഓൾ ദ ബെസ്റ്റ് സാർ. താങ്ക് യു. ജോഷി സാർ എപ്പോഴും അവസാനം പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞതേ, ഞാൻ കുറച്ച് വൈകിട്ടാണ് ഇതിൽ കയറിയത് സാറേ. എനിക്ക് എനിയോഗ്രാം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരണത് നമ്മൾ സ്വയം നമ്മളെ തന്നെ മനസ്സിലാക്കാനാണ് ഏറ്റവും കൂടുതൽ. അതാണ് അതിൻ്റെ ഇത്. മറ്റുള്ള ഒരാളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം സാറ് പറഞ്ഞ പോലെ തന്നെ വേറൊരാളുടെ മുമ്പിൽ ഞാൻ എന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സെൽഫായിട്ടുള്ള ആളെ അല്ല ഞാൻ പ്രസന്റ് ചെയ്യണത്. എൻ്റെ മൂന്നാമത്തെ, രണ്ടാമത്തെ, നാലാമത്തെ ഒക്കെ രൂപമായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ മുമ്പിൽ ഞാൻ കാണിക്കണം. സോ നമ്മളെ മനസ്സിലാക്കാനായിട്ട് പറ്റിയ ഒരു ഇതാണ് എനിയോഗ്രാം. നോട്ട് ടു അണ്ടർസ്റ്റാൻഡ് മറ്റൊരാളെ. ഞാൻ സാബു സാറിനോടോ അല്ലെങ്കിൽ ഫാദറിനോടോ ജോസ് സാറിനോടോ അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവരെ ഞാൻ മനസ്സിലാക്കാനായിട്ട് ഞാൻ എത്ര ശ്രമിച്ചാലും അവരെ എന്നോട് പെരുമാറുന്ന രീതി അനുസരിച്ച് മാത്രമേ എനിക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരുടെ ഫുൾ ശരിക്കുള്ള അവരുടെ ഉള്ളിനുള്ളിൽ അവരെന്താണെന്നുള്ളത് ഐ കനോട്ട് എന്താ പറഞ്ഞാൽ അത് അസസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്താണെന്നും ഞാൻ എങ്ങനെ മറ്റുള്ളവർ പെരുമാറണമെന്നും എനിക്ക് എന്താണ് വൈകല്യമുള്ളതെന്നും എനിക്ക് എന്ത് പോരായ്മയുണ്ടെന്നും ഞാൻ എങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കണമെന്നുള്ള കാര്യം ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. വിൻസെന്റ് സാർ, അതിനകത്ത് ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരെ അറിയാം, പക്ഷെ അവരെ മാറ്റാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അറിയാൻ എങ്ങനെ പറ്റും സാറേ? ഞാനിപ്പോ ഈ ക്ലാസ്സിൽ കൂടെയാണ് സാർ എന്നെ അറിയണേ. ഞാൻ എന്താണെന്ന് സാറിന് അറിയില്ല. ഇല്ല സാർ, അങ്ങനത്തെ സ്വല്പം കൂടെ നമ്മള് വ്യക്തിപരമായിട്ട് നമ്മൾ വരുന്ന ഇപ്പൊ നമ്മളെ കുടുംബം, ഓഫീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങി നടക്കുന്ന സമൂഹത്തിന്റെ സാധ്യതകൾ, ഇവിടേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ രീതിയല്ല. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കൂടുതൽ മനസ്സിലാക്കി അവരെ മാറ്റാമെന്ന് പറയാൻ പറ്റത്തില്ല. മാറ്റാനല്ല ഞാൻ പറഞ്ഞ, മാറ്റാനല്ല.
മനസ്സിലാക്കാനും ഒരു പരിധി വരെ സാറേ പറ്റുള്ളൂ. യെസ്, അത് ഒരു പരിധി കറക്റ്റ്. ഓക്കെ. അതില് സാറേ ഞാൻ ഫുള്ളായിട്ട് അതിനകത്തോട്ട് ഞാനൊന്ന് ഇടപെട്ടോട്ടെ സാറേ. ഇതിനകത്ത് മാറ്റുക എന്നുള്ളതല്ല, നമ്മളുടെ മുന്നിൽ വരുന്ന ആളുകളെ മാറ്റിയെടുക്കുക എന്നുള്ളതൊന്നും നമ്മളുടെ ധർമ്മമല്ല. ഇല്ല സാറേ, നമ്മൾ മാറ്റാൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ അല്ലല്ല, മനസ്സിലാക്കുന്ന സാറ് കാര്യം. പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു മറ്റേ സാർ പറഞ്ഞതിനകത്ത് പറയുന്നത്. ഓക്കെ. അതായത് നമുക്ക് അവരെ അറിയാൻ കഴിയും. അതായത് എങ്ങനെ അറിയാൻ കഴിയും? അവരുടെ പെരുമാറ്റത്തിലൂടെ, അവരുടെ ഓരോരോ ചിന്തകളിലൂടെയാണ് അതിന്റെ ഫലമായിട്ട് അവർ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതനുസരിച്ച് നമുക്ക് അവരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ആ ഐഡന്റിഫൈ ചെയ്യുന്നതിലൂടെ അയാളുടെ, ഇപ്പൊ എക്സാമ്പിൾ പറയാം, കൃത്യസമയത്ത് ജോലി ചെയ്ത് പോകുന്ന, വൈകുന്നേരം 5 മണിയാകുമ്പോൾ കൊടുത്തിരിക്കുന്ന ടാസ്ക് മുഴുവൻ തീർത്തിട്ട് കൃത്യമായിട്ട് പോകുന്ന ഒരു എംപ്ലോയി നമ്മുടെ കൂടെ ഉണ്ട്. അയാൾക്ക് കൃത്യസമയത്ത് അയാൾ ഭക്ഷണം കഴിക്കും, എല്ലാ ലഞ്ച് ബ്രേക്ക്, ടീ ബ്രേക്ക് എല്ലാം കൃത്യമായിട്ട് എടുക്കും, എല്ലാം കൃത്യമായിരിക്കും. പക്ഷെ ഒരു ദിവസം അയാളോട് നിങ്ങൾ പറയുന്നു, നിങ്ങൾ കുറച്ച് സമയം കൂടെ ജോലി ചെയ്യണം, ഇതൊരു എമർജൻസി വർക്കാണെന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുമോ ഇല്ലയോ? ചെയ്യുമോ ഇല്ലയോ? ഒരു പക്ഷേ ചെയ്തേക്കാം, മേ ബി അല്ലെങ്കിൽ അയാൾ റിഫ്യൂസ് ചെയ്തേക്കാം. അയാൾ ഇങ്ങനെ വേണേ പറഞ്ഞേക്കാം, സോറി, ഞാൻ എൻ്റെ തന്നിരിക്കുന്ന ടാസ്ക് മുഴുവൻ തീർത്തു, ഐ ഹാവ് ടു ഗോ, ബാക്കിയുള്ളത് നാളെ ചെയ്യാം എന്ന് വേണമെങ്കിൽ അയാൾക്ക് പറയാം. അയാൾ നിർബന്ധമില്ല. മേ ബി ഒരു പ്രൈവറ്റ് ജോബ് ആണെങ്കിലൊക്കെ പറഞ്ഞേക്കാം, ഓക്കെ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ പറയാം. പക്ഷെ അല്ലാതുള്ള ഒരു സർക്കാർ ജീവനക്കാരനാണെന്നുണ്ടെങ്കിൽ, അയാൾക്ക് ജോലി സെക്യൂർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജോലി ചെയ്യണമെന്നില്ല. പക്ഷെ അയാളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ അയാൾ നമ്മളോടൊപ്പം പ്രവർത്തിക്കും, നമ്മൾ പറയുന്നത് ഒബേ ചെയ്യുമെന്നൊക്കെ അയാളെ മനസ്സിലാക്കിയിരുന്നാൽ ഈ മേലധികാരിക്ക് അങ്ങനെയുള്ള ജീവനക്കാരെ കൂടുതൽ സമയമൊക്കെ ഉപയോഗിച്ച് ജോലി ചെയ്യാൻ പറ്റും. ഇത് പല ഇടങ്ങളിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന അങ്ങനെയാണ്. വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ വ്യക്തിയെ തിരുത്താൻ ഒരിക്കലും നമ്മൾക്ക് പോകേണ്ട കാര്യമില്ല. ആ വ്യക്തിയെ അറിഞ്ഞിട്ട് ആ വ്യക്തിയോട് നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും, ആ ഇടപെടലിലൂടെ ഊഷ്മളമായ ഒരു ബന്ധം നിലനിർത്താൻ പറ്റും. ഇതാണ് ഇതിനകത്ത് കൂടുതലായിട്ട് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ശരിയായിരിക്കാം സാറേ. പക്ഷേ ഒന്ന് രണ്ട് എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറയണത്, ഞാൻ HR-ലായിരുന്നു. അപ്പോൾ കുറെ ആൾക്കാരായിട്ടൊക്കെ പെരുമാറാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഡ്യുവൽ പേഴ്സണാലിറ്റി കണ്ടിട്ടുണ്ട്. കാരണം ഓഫീസിൽ സാറ് പറഞ്ഞ പോലെ ഓഫീസിലും മറ്റുള്ള കലീഗ്സിനോടും എല്ലാവരോടും പെരുമാറുന്ന സമയത്തുള്ള പെരുമാറ്റവും അവര് വീട്ടിൽ പോയിട്ട് സ്വന്തം ഭാര്യയോടും കുട്ടികളോടും പെരുമാറുന്നതായിട്ടുള്ള ഡിഫറൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫാദർ, ഞാൻ പാലക്കാട് സൈഡിലാണ് ജനിച്ചു വളർന്നത്. അവിടെ ഈ സത്സംഗ് എന്നുള്ള ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അമ്പലങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ രാമായണ ഭാഗവതത്തിൻ്റെ കഥകളൊക്കെ പറയണത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി നാരേറ്റ് ചെയ്യും. അത് കേട്ടിരുന്നു പോകും നമ്മൾ 2-3 മണിക്കൂറൊക്കെ. പക്ഷേ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് അവർ വീട്ടിലത്തെ കാര്യം എനിക്കറിയായിരുന്നു. വീട്ടില് ആ ആളെ അല്ല, ഇദ്ദേഹം എങ്ങനെയാണോ അവിടെ പോയിട്ട് നമ്മുടെ മനസ്സൊക്കെ മാറ്റി ഈ ഇങ്ങനെ എന്താ പറഞ്ഞ ഭാഗവത്തിൻ്റെയും രാമായണത്തിൻ്റെ ഒക്കെ കഥ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ നല്ല സത്ചിന്തകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാള് വീട്ടിൽ ഇങ്ങനെയാണോ പെരുമാറണമെന്ന് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം. ഞാൻ പറഞ്ഞത് ഈ പൊളിറ്റീഷ്യൻസ്, നമ്മുടെ ചുറ്റുമുള്ള പൊളിറ്റീഷ്യൻസിനെ നമ്മൾ കാണാറുണ്ടല്ലോ, അവരെങ്ങനെയാണ് പെരുമാറുന്നത്? അവർ വോട്ട് ചെയ്യാൻ പോണ സമയം, വോട്ട് മേടിക്കാൻ വരുന്ന സമയത്തും അവരുടെ പ്രസംഗ സമയത്തും രാഷ്ട്രീയത്തിന്റെ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തും ഒക്കെ അവർ പ്രവർത്തിക്കുന്നതും അവർ പ്രസംഗിക്കുന്നതും അവർ സംസാരിക്കുന്നതും നമ്മളോട് പെരുമാറുന്നതൊക്കെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. പക്ഷെ ശരിക്കും അവരതാണോ? വ്യത്യാസമുണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല, അസസ് ചെയ്യാൻ പറ്റില്ല. എനിവേ, താങ്ക് യു സർ. ഷാജി മാത്യു സാർ ഒന്ന് പറയാം. പിന്നെ എനിയഗ്രാം 1-2 പേരിൽ നിന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. സിംഗിൾ ക്ലാസ്സുകൾ വീതം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ വ്യക്തികൾ, റിഫോർമർ, ഹെൽപ്പർ, അച്ചീവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ ചരിത്രത്തിലുള്ള 3-4 എക്സാമ്പിൾസിനെ പറ്റിയൊക്കെ അന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് ഇച്ചിരി കോംപ്ലക്സ് ആയതുകൊണ്ട് അന്ന് പിന്നെ കൂടുതലായിട്ട് അങ്ങോട്ട് അത് പ്രൊസീഡ് ചെയ്തിട്ടില്ല.
എന്തായാലും അതിൻ്റെ ഒരു ബുക്കൊക്കെ കയ്യിലുണ്ട്. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഇപ്പോൾ NLP ആണ് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓരോ വ്യക്തിയും അതിൻ്റെ അവൻ്റെതായ രീതി കറക്റ്റ് ആണെന്നാണ് NLP പറയുന്നത്. അപ്പോൾ NLP തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുന്നു. എനിവേ അനീസ് സാറിൻ്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. താല്പര്യം മിക്കവാറും ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സാർ. ജോഷ് സാറേ സാറേ, ഞാൻ ജോഷ് സാറേ. പറഞ്ഞു കഴിഞ്ഞു. ജോഷ് സാർ. ഓക്കെ, എനിക്ക് ഒരു 3 കാര്യങ്ങൾ. ഒന്ന്, ഈ ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഒരാൾ ഡിസിപ്ലിൻഡ് ആണ് എന്നതുകൊണ്ട് അയാൾ ഐഡിയൽ ആകുന്നില്ല. അയാളുടെ ചുറ്റുപാടും തന്നിലേക്ക് അടുത്ത് വരുന്നതും ഒക്കെ ആ ആളുകളുടെ സ്വഭാവ പ്രത്യേകതകളെ ഉൾക്കൊണ്ടു പോകാൻ പറ്റുന്നെങ്കിൽ ആ ആളാണ് ഐഡിയൽ എന്ന് പറഞ്ഞത്. സാറിന്റെ അവതരണം അതിനെ ഞാൻ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തത് 2 ഡൗട്ട്സ്. ഒന്ന്, സാർ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ നിന്നുള്ളതാണ്. അതായത് തമിഴ്നാട്ടിലെ പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കുന്നതാണോ എന്നാണോ, അതോ അപ്പന്റെ പെങ്ങളുടെ മകളെ കല്യാണം കഴിക്കുന്നു എന്നുള്ളതാണോ എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ആ ഉദാഹരണത്തിൽ നിന്ന് കേട്ടത്. മൂന്നാമത്തെ കാര്യം, നിഷേധ വികാരങ്ങൾ എന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളിലെ ദേഷ്യം ചില സമയത്ത് തീർത്തും നിഷേധമാകുകയാണോ പോസിറ്റീവ് ആകുകയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഒരു ഉദാഹരണത്തിലൂടെ ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുസൃതിയായ ഒരു കൊച്ചിനെ അമ്മ വൈകുന്നേരം കുളിക്കാനായിട്ട് വിളിക്കുന്നു. അവൻ വരുന്നില്ല, വളരെയേറെ എതിർക്കുന്നു. അപ്പോൾ ഈ അമ്മ വളരെ ഒച്ച ഉയർത്തി, വേണമെങ്കിൽ ഒരു വടി കൂടെ ഉയർത്തിയിട്ട് എടുത്തിട്ട് അവനെ ഷൗട്ട് ചെയ്യുന്നു, ദേഷ്യപ്പെടുന്നു. അവൻ വളരെ വേഗം കിണറ്റിൻകരയിലേക്ക് പോകുന്നു, അവനെ കുളിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ആ ദേഷ്യം ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് അല്ലേ. ചില അവസരങ്ങളിൽ ചില ദേഷ്യങ്ങൾ വേണം, പക്ഷെ സ്ഥായിയായോ നീണ്ടു നിൽക്കുന്നതോ ആകരുത് എന്നുകൂടി പറഞ്ഞാൽ അത് കുറെ കൂടി എനിക്ക് സ്വീകാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എതിർക്കുന്നില്ല. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. സാറേ, അതിനകത്ത് പറയാനുള്ളത് പെങ്ങളുടെ മകളെ തന്നെയാണ് മുറൈ മാമൻ എന്നാണ് അവർ വിളിക്കുന്നത്. അല്ലാണ്ട് അപ്പന്റെ പെങ്ങളുടെ മകളെ അല്ല ഞാൻ പറഞ്ഞത്. സ്വന്തം പെങ്ങളുടെ മകളെ അവിടെ കല്യാണം കഴിക്കാം. മൂത്ത പെങ്ങളുടെ മൂത്ത മകളെ കല്യാണം കഴിക്കാൻ അവസരമുണ്ട്. അത് മൂത്ത മാമന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ സാറ് പറഞ്ഞ നെഗറ്റീവ് വികാരങ്ങളെ പറ്റി, നെഗറ്റീവ് വികാരങ്ങൾ എങ്ങും ഉപയോഗിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്, അതെല്ലാം നെഗറ്റീവ് വികാരങ്ങളാണ്. മറ്റൊന്ന് പോസിറ്റീവ് വികാരങ്ങളാണ്. പോസിറ്റീവ് വികാരങ്ങൾ വരുമ്പോൾ നെഗറ്റീവ് വികാരങ്ങൾ താഴ്ന്നു പോകുന്നു എന്നാണ്. നെഗറ്റീവ് വികാരങ്ങൾ നമുക്ക് ആവശ്യമുള്ളതാണ്. സങ്കടപ്പെടേണ്ട ഇടത്ത് സങ്കടപ്പെട്ട് തന്നെ നമ്മൾ പോകണം. നമുക്ക് ഭയമില്ലെങ്കിൽ ഭയപ്പെടേണ്ടടുത്ത് ഭയപ്പെട്ട് തന്നെ പോകണം. ഭയമില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവും. പിന്നെ ദേഷ്യം, സാറ് പറഞ്ഞത് ദേഷ്യം, ആ കുട്ടിയുടെ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത് നെഗറ്റീവ് വികാരമാണെങ്കിലും ആ നെഗറ്റീവ് വികാരങ്ങൾ വേണ്ടിടത്ത് അത് അപ്ലൈ ചെയ്തേ പാടുള്ളൂ. അത് വേണ്ടെന്നല്ല, അത് വേണ്ടിടത്തെല്ലാം വേണം. പക്ഷെ എൻലൈറ്റ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, സമുദ്ധാരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് പോകും. അവിടെ സങ്കടം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല. അവിടെ പിന്നുള്ളത് സ്നേഹവും സന്തോഷവും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സാറേ. അപ്പോ സാബു സാറേ, നമുക്ക് അവസാനിപ്പിക്കാം. സാബു സാർ കേൾക്കുന്നില്ലേ? സാബു സാർ എവിടെ പോയി? സാറിന്റെ നമ്പർ എന്ത് തരൂ? സാറേ, ടീച്ചേഴ്സിന് ശരിക്കും ഇരട്ട വ്യക്തിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വീട്ടില് നല്ല കുട്ടികളെ അടിച്ച് വളർത്തുന്ന, സ്കൂളിലെത്തുമ്പം ദേഷ്യം ഉണ്ടെങ്കിൽ അത് അടിച്ചമർത്തുന്നുണ്ടല്ലോ, അവര് സ്വയം ഇതാകുന്നുണ്ടല്ലോ.
അവിടെയാണ് ഞാൻ പാഠം പറഞ്ഞത്. അതിനകത്തൊരു ഡുവൽ വ്യക്തിത്വമല്ല, ആ മുഖംമൂടി എടുത്ത് അണിയുന്നതാ. ആ പർട്ടിക്കുലർ ടൈമിലേക്ക് ഒരു മുഖംമൂടി എടുത്ത് വെക്കുന്നതാ. മനസ്സിലായില്ലേ? ഈ നേരത്തെ പറഞ്ഞ പൊളിറ്റീഷ്യൻസിന്റെ ഒക്കെ അവർ ആ സമയത്ത് ഒരു മുഖംമൂടി എടുത്ത് അണിയും. Yes. ആ നമ്പർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ സാബു സാറിനോട് പറഞ്ഞേക്കാം, ഷെയർ ചെയ്യാം. സാബു സാറ് കേൾക്കുന്നില്ലേ? സാബു സാറ് പോയോ? സാബു സാർ പറഞ്ഞോളൂ. സാബു സാറ് എന്റെ നമ്പർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പില് ഷെയർ ഞാൻ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോ നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോ എനിയാഗ്രാം 5 ഡേയ്സിന്റെ ഒരു ക്ലാസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസാണ്. അഫോർഡബിൾ ആയിട്ടുള്ള എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമും ഒക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സമയം കയറാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കേണ്ട. എന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. തുടർന്ന് അങ്ങോട്ടുള്ള 30 ദിവസത്തോളം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോളോ അപ്പ് പ്രോഗ്രാം ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് പിന്നെ വീണ്ടും അടുത്ത ആഴ്ചയിൽ കാണാമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടെ ഞാൻ വിട ചോദിക്കുകയാണ്. സാബു സാർ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു. വളരെ നന്ദി. തീർച്ചയായും നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്. ഒരു വിഷയമാണ്. നമുക്ക് മുന്നോട്ട് പോകാം. Good night, sir. Good night. Thank you, sir. Good night.